പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുവാമേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഉന്നതമായ മേഖലകളിലൊക്കെ വരുന്ന ഏറ്റവും പൈശാചികമായ നിലപാടാണ് ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് എന്ന് പറയും. നയതന്ത്രപരമായ നിശബ്ദത എന്ന് പറയും. വെച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റവരുടെ മുമ്പിൽ നമ്മുടെ നേരെ കൈ ചൂണ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ തെറ്റാണെന്ന് പറയണില്ല, ശരിയാണെന്ന് പറയുന്നില്ല. നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ നിശബ്ദത പാലിക്കാൻ വചനത്തിൽ പ്രൊവിഷനില്ല. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് സൈലൻസിന് ഇല്ല, പ്രൊവിഷനില്ല. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ ഡിപ്ലോമാറ്റിക് സൈലൻസുകാരെപ്പം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല ഡിപ്ലോമാറ്റിക് സൈലൻസ് വരണത്, ദുഷ്ടനിൽ നിന്നാണ്. എൻ്റെ മക്കൾ, ഞാനെന്ത് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത് ഉട്ടോപ്യനാണെന്ന് നിങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഉട്ടോപ്യൻ വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ നിലം തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഇത് പാലിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഉടമ്പടിയുടെ ഓരോ പടികൾ ചെല്ലുന്തോറും മനുഷ്യന്മാർ ദൈവമായിട്ടുള്ള റിലേഷൻസ് വളരെ കലർപ്പില്ലാത്ത റിലേഷൻസൊക്കെ വരുന്നു. നിങ്ങൾക്ക് താഴെക്കിടെയുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇതിലേക്ക് വരാൻ നമുക്ക് വേറെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിലേ ഉള്ളൂ. അതാണ് വിഷയം. പുറകോട്ട് പോകാനാണെങ്കിൽ പല വാതിലുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാനാണെങ്കിൽ ഒരു 9 വാതിൽ വരും. ദൈവത്തെങ്കിലേക്ക് പോകാനാണെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയത് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഞെരുക്കം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കാതെ സത്യത്തിലേക്ക് കൂടി ജീവിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് പാടില്ലെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പോയ വഴികളെക്കാൾ മോശമായ വഴികളിലൂടെ നിങ്ങൾ പോകും. കർത്താവ് പോയ വഴികളെക്കാൾ മോശമായ വഴികളിലൂടെയാണ് സ്റ്റീഫനൊക്കെ പോയത്. എസ്തപ്പാനോസില്ലേ, അയാളെ പച്ചക്ക് പിടിച്ച് കലറിയല്ല ഞാൻ. അയാളാണെങ്കിൽ കർത്താവുമായിട്ട് ശിഷ്യന്മാരെ പോലെ അത്രയ്ക്ക് നടന്ന് പരിചയമുള്ള ആളല്ല. പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അപ്പോസ്തലന്മാരെക്കാൾ പിടിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഓടിക്കളഞ്ഞില്ലേ, പക്ഷെ സ്റ്റീഫൻ ഓടിയില്ലല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീഫൻ്റെ കല്ലറയിൽ പോയി കണ്ണീരിട്ട് ശരിക്കും റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ. സ്റ്റീഫൻ ഓടാത്തൊരു ആളാണ്, അയാൾ ഡീക്കനാണ്. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴും ഓടാത്തൊരു സ്റ്റീഫൻ ഉണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് ശേഷവും സഭ നിലനിൽക്കുമെന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കണത് അപ്പോസ്തലന്മാരല്ല, സ്റ്റീഫൻ. സഭയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾ എൻ്റെ മക്കൾ അഭിമാനം കൊള്ളാമെന്ന് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാര്യം പൗലോസാണല്ലോ സ്റ്റീഫൻ്റെ സ്പോൺസർ. സ്റ്റീഫൻ്റെ ഈ നിലപാട് കണ്ടത് സൗളല്ലേ. അയാൾ സ്റ്റീഫനെ കണ്ടിച്ചാണ് പറയണത് നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മനോഹരമാണ്. അത് സ്റ്റീഫനാണല്ലോ എൻ്റെ മതത്തിൻ്റെ രഹസ്യം. തിമോത്തി 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രഖ്യാപിച്ചതാണത്? സ്റ്റീഫനെ കണ്ടിട്ട് പ്രഖ്യാപിച്ചതാ. സ്റ്റീഫനെ കണ്ടല്ലേ ഇങ്ങനെ മറിയണത്. ശരിക്കും ഒരു പക്കാ കൊലപാതകി മറിഞ്ഞ് സാവൂള് സെൻറ്റ് പോളായിട്ട് മാറുന്ന ഒരു കറക്കമുണ്ട്. ആ സ്റ്റീഫൻ കറക്കി കളഞ്ഞ മനുഷ്യനെ. അതാണ് സ്റ്റീഫൻ്റെ മതമാണ് ഇയാളുടെ മനസ്സിലിരിക്കുന്ന മതം. He has never seen Jesus. ഒരിക്കലും ജീസസിനെ കണ്ടിട്ടില്ല.
ജീസസിന് സ്റ്റീഫനെ കണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചെറിയൊരു പാരമ്പര്യം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സുവിശേഷ ജീവിതം, 10,000ങ്ങളുടെ സുവിശേഷ ജീവിതം കണ്ട ഒരു മനുഷ്യനാണ്. ഈ മനോഹരമാണ് മതത്തിൻ്റെ രഹസ്യമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത്. എപ്പോഴും ഓർക്കണം, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലെ ദൈവത്തോട് നന്ദി പറയണം. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്ത അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് മേരി മരിയ. ഇതെൻ്റെ ഭർത്താവ് റൈമണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന പ്രദേശത്താണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരിയിലാണ്. ഉടമ്പടി എടുത്തിട്ടും ഞാൻ കാര്യമായിട്ടൊന്നും ഉടമ്പടി പാലിക്കാനൊന്നും പറ്റിയില്ല. കുർബാനയ്ക്ക് പോകുകയോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനോ കഴിഞ്ഞില്ല. ആ ഇടയ്ക്കാണ് 2024 എൻ്റെ ഭർത്താവിന് കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്യുന്നത്. ആ ഇടയ്ക്ക് ജോലിക്ക് പോയ സമയത്ത് വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. അന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഞാൻ പോയപ്പോൾ ബോധമുണ്ടായിരുന്നു, പക്ഷേ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വേദനിക്കുകയായിരുന്നു ആ സമയത്ത്. അന്ന് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു. മാതാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. കാരണം എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അപ്പം മരിച്ചു. അമ്മ 6 വർഷമായി മരിച്ചിട്ട്. എനിക്ക് ആരുമില്ലായിരുന്നു. ഭർത്താവാണ് എനിക്ക് താങ്ങും തണലും. അപ്പം ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കെ ഫോട്ടോ നോക്കി കരഞ്ഞ് തിരിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത അയൽവാസിയായ ഒരു ആൻറ്റി എനിക്ക് കുറച്ച് കാശ് തന്നു. ഞാൻ അതുമായി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭർത്താവ് കാലുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നു. വീണ്ടും ഞങ്ങൾ പിറ്റേന്ന് ഡിസ്ചാർജായി. പക്ഷേ കാലുകൾ വീണ്ടും വേദനിക്കുകയായിരുന്നു. ഞങ്ങൾ വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ച് സ്കാനിങ്, എക്സ്റേ എല്ലാം എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വയറിന് താഴെ എല്ലുകൾക്ക് ഗ്യാപ്പും നട്ടലിന് വളവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. 3 മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിന്നാവില്ല, മംഗലാപുരത്തോ കോഴിക്കോടങ്ങ് പോകേണ്ടി വരും. ഞങ്ങളങ്ങനെ പിറ്റേന്ന് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരം പോയി മെഡിസിൻ, ഡോക്ടർ ഇതന്നെ പറഞ്ഞത്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം മെഡിസിൻ കഴിക്കുമെന്ന് പറഞ്ഞു. മെഡിസിൻ തന്നു. വീട്ടിലെത്തി കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ യൂറിൻ പോകാതായി. പിന്നീട് ഞങ്ങൾക്ക് നല്ല വിഷമമായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ആൻറ്റി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. അങ്ങനെ ഞാനും ഭർത്താവും ആൻറ്റി ഇവിടത്തേക്ക് വന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അച്ഛനെ കാണേണ്ട ഭാഗ്യം എൻ്റെ ഭർത്താവിന് ലഭിച്ചു. അങ്ങനെ അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥന കുരിശുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. നടുവിന് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് അത്രയും വേദനയോടെയായിരുന്നു. മുട്ടുകുത്താൻ പോലും ഭർത്താവിന് പറ്റിയിരുന്നില്ല. അത്ര വിഷമത്തോടെയായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ട്രെയിൻ അടുത്ത് തന്നെ സെക്കൻഡ് കൊണ്ട് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായത്. പെട്ടെന്നായിരുന്നു സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ആ സമയത്ത് ആൻറ്റി മുമ്പ് 2 ദിവസം സുഖമില്ലാത്തായിരുന്നു. ആൻറ്റി പെട്ടെന്ന് ടയേർഡായി ആകെ അബോധാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ആ സമയത്ത് വയ്യാതിരുന്ന കാലുകൾക്ക് അത്രയും വിഷമത്തോടെ വന്നിരുന്നായിരുന്നു എൻ്റെ ഭർത്താവ്. മുട്ടുകുത്താനൊന്നും പറ്റിയിരുന്നില്ല. ഭർത്താവ് പെട്ടെന്ന് വാരിയെടുത്തു. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ വാരിയെടുത്തു. ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി താഴെ എത്തി ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ കയറ്റുന്നവർ ഇത്രയും വിഷമം ഉണ്ടായിരുന്നു. ഭർത്താവ് ആ ആൻറ്റിയെ കയറ്റിയെടുത്തു, ട്രെയിനിലാക്കുകയായിരുന്നു. ഇത്രയും ചെയ്തു തന്നത് അന്നത്തെ ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ തന്ന ആ കൃപയാണ്. ആ സൗഖ്യത്തിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടില്ല, ഒരു ഹോസ്പിറ്റലും പോയിട്ടില്ല. ഞങ്ങൾ വീണ്ടും ഇന്നലെ വരുമ്പോൾ ഞങ്ങൾ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കി, ഒരു കുഴപ്പമില്ല.
ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലും കയറി ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ അടുത്ത സാക്ഷ്യം എൻ്റേതാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. 1997 ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടെമ്പററി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. പിന്നീട് എനിക്ക് പെർമനൻ്റായിട്ട് ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു കാലിത്തൊഴുത്ത് പോലത്തെ ഒരു റൂമായിരുന്നു എൻ്റെ ബിൽഡിങ്. കുട്ടികൾക്ക് വരാനോ ഒരു ഗ്യാസ് പോലും ഇല്ല. പുകയിലും തീയിലും പെട്ട് ഞാനും കുട്ടികളും വിഷമിച്ചു. ആ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾക്കൊരു മാറ്റത്തിന് വേണ്ടി. പിന്നീട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫിറ്റ്നസ് കിട്ടാതായി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയി. അതും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വന്നു. ഒരുപാട് കരഞ്ഞ നിമിഷങ്ങൾ ശരിക്കും വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും, ഫിറ്റ്നസ് കിട്ടുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, കുട്ടികളില്ല, പൂട്ടേണ്ടി വരും. ടീച്ചറുടെ കഴിവുകേട് കൊണ്ടാണ്. പക്ഷെ ദൈവം എനിക്ക് ഒരുപാട് കഴിവ് നൽകിയിരുന്നു. ഞാൻ കുട്ടികളെ ഡാൻസ് ടീച്ചറാണ്. ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുട്ടികളെയും ഞാൻ ഡാൻസ് പഠിപ്പിച്ചത്. ഇത്രയും പാട്ടും കഴിവും എല്ലാ കഴിവും ഉണ്ടായിട്ടും എന്നെ ഉദ്യോഗസ്ഥർ വഴക്ക് പറഞ്ഞു. ടീച്ചറുടെ ഇതുകൊണ്ടാണ്. ടീച്ചർ 3rd ഗ്രേഡിലാണ് പെടുന്നത്. എനിക്ക് കരയാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ട്രാൻസ്ഫർ തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. ഏപ്രിൽ മാസം ഞാൻ നിയോഗം എഴുതി. എനിക്ക് മാതാവേ, എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്. അപ്പോൾ ആ പിറ്റേ മാസം ഏപ്രിൽ മാസം നിയോഗം എഴുതി വെച്ചു. മെയ് പകുതിക്ക് തന്നെ ഇതേ എന്നെ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ സൂപ്പർവൈസർ CDP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർക്ക് എവിടെയാണ് ട്രാൻസ്ഫർ വേണ്ടതെന്ന്. ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. എന്നെ അംഗീകരിച്ചല്ലോ, എൻ്റെ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് എന്നെ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ എന്നെ മെയ് മാസം പകുതിക്ക് തന്നെ, മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഞാൻ അവിടുന്ന് ഇൻ്റർവ്യൂവിൽ ഔട്ടായതായിരുന്നു. അവിടുത്തേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ല ജനങ്ങളുടെ ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സൂപ്പർവൈസറിനെ എന്നെ തള്ളിപ്പറഞ്ഞ് അവർ തന്നെ എന്നെ നല്ലതായി കരുതി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്തു വന്ന അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഭർത്താവ് മുമ്പൊന്നും ശരിക്കും ആത്മീയതയിലേക്ക് വന്നത് അന്ന് ആ വീഴ്ച കാരണം. ആ വീഴ്ചയിൽ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ആദ്യമൊന്നും പള്ളിയിലൊന്നും അങ്ങനെ ഉള്ളിൽ കയറിയിരിക്കുന്നില്ല, പുറത്ത് വന്നിരുന്ന് പോവുകയായിരുന്നു. എനിക്ക് വല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കാളും നന്നായിട്ട് പള്ളിയിൽ വരികയും ഭക്തിയോടെ കുർബാന കൈക്കൊള്ളുകയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ശരിക്കും അതൊരു വലിയ ഇടപെടലായിരുന്നു, ദൈവത്തിൻ്റെ ശരിക്കും ഒരു ഇടപെടൽ. ഇപ്പം ഭർത്താവ് ഇവിടുന്ന് കാശ് രൂപവും എല്ലാം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നു. ഞങ്ങൾ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞാനും തന്നെ മുമ്പ് എനിക്ക് വലിയ അപകർഷതാബോധമായിരുന്നു. കുർബാന കൈക്കൊള്ളില്ല, മുന്നിലേക്ക് വരില്ല. ഞാൻ അച്ഛൻ പിറകിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ കൈക്കൊള്ളൂ. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വന്ന് തിരിച്ചു പോയപ്പോൾ തന്നെ എനിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു, മേരിക്ക് എന്തൊരു മാറ്റമാണിപ്പോൾ കൃപാസനത്തിൽ പോയതിൻ്റെ ഫലമായിട്ടാണല്ലേ, മാതാവിൻ്റെ ആ കൃപ കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ പള്ളിയിൽ മുമ്പിലായിരിക്കുന്നത്. ഞാൻ വേദപാഠ ടീച്ചറും കൂടിയാണ്. ഞാൻ ഏറ്റവും മുമ്പിലിരുന്ന കുട്ടികളെ ഓരോ കാര്യങ്ങൾ ശരിക്കും എന്നെ പറയുന്നത് തന്നെ ഇപ്പം ടീച്ചർ വിശ്വാസ പരിശീലന പ്രക്രിയ ശരിക്കും ഈ ടീച്ചറാണ് നടത്തുന്നത്. ഞാൻ കുട്ടികളെയും കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന പോലെ ഓരോ രോഗികളെ സന്ദർശിക്കും. ഞാനും ഭർത്താവും പോകാറുണ്ട്. ഞങ്ങൾ വേദപാഠ കുട്ടികളെയും കൂട്ടി പ്രായമായവരുടെ വീട്ടിലും രോഗികളുടെ വീട്ടിലും പോയി അവർക്ക് ഗിഫ്റ്റുകളും കാശുകളും നൽകും. അനാഥ മന്ദിരത്തിൽ പോകുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തിയ അമ്മ മാതാവിനും ഈശോക്കും നന്ദി പറയുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മേരി മരിയ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തെ വിഷയങ്ങളാണ് അമ്മയുടെ സന്നിധിയിൽ അനുഗ്രഹമായി ലഭിച്ചതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തത് ജീവിത പങ്കാളിക്കുണ്ടായ ഒരു ഗുരുതര രോഗമാണ്. ഏറെ നാളായി ഏറെ ആശുപത്രികളിൽ ചികിത്സയിൽ തുടർന്നിരുന്ന വിഷയമാണ്. അത് ഒടുവിലത് ഓപ്പറേഷനിലേക്ക് പോകണമെന്ന അവസ്ഥ എത്തുകയും നടക്കുവാനും കുനിയുവാനും മുട്ടുകുത്തുവാനുമൊക്കെ പ്രയാസമാകും വിധം ഏറെ ശാരീരിക അവശതകളോടുകൂടി നിൽക്കുന്ന അവസരത്തിലാണ് അമ്മ മാതാവിനെ തേടിയെത്തുന്നത്. അമ്മ മാതാവിനെ തേടിയെത്തുന്നതിന് ഒരു കാര്യം കൂടി സഹോദരി വാക്യങ്ങളിൽ സൂചിപ്പിച്ചു. ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉഴപ്പി ഉടമ്പടി ജീവിതം തന്നെ പാടെ ഉപേക്ഷിച്ച ഒരു ജീവിതമായിരുന്നു. എന്നാൽ സഹോദരൻ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് തിരികെ വീട്ടിൽ വരുമ്പോൾ ആദ്യം കണ്ടത് പൊടിപിടിച്ചിരിക്കുന്ന കൃപാസന മാതാവിൻ്റെ ചിത്രമാണ്. നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലും
അമ്മ നമ്മളെ ഉപേക്ഷിക്കാതെ കൂടെ നടക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണത്. ആ ചിത്രം കാണുമ്പോൾ ചേച്ചി അമ്മയുടെ ആ സംരക്ഷണത്തെക്കുറിച്ചും ഉടമ്പടിയുടെ ശക്തിയെക്കുറിച്ചും അമ്മയിൽ ആശ്രയിച്ചാലുള്ള ഫലസിദ്ധിയെക്കുറിച്ചുമാണ് ചിന്ത വരുന്നത്. അതാണ് സഹോദരി പറയുന്നത്. അമ്മയുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഞാൻ നിലവിളിച്ചു പോയി. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്ന് എടുത്തിട്ട് ഒരല്പ ദിവസം മുന്നോട്ട് പോയി അതിനൊരു ഫലം കാണുന്നില്ലല്ലോ എന്ന് കരുതി തള്ളിക്കളയുന്നവരാണെങ്കിൽ നമ്മൾ ചെറിയ മനുഷ്യരാണ്, അല്പവിശ്വാസികളാണ്, ദൈവത്തെ കാര്യം കാണാൻ വേണ്ടി മാത്രം നമ്പുന്നവരാണ്. കാരണം അതിന് വലിയ കഥയില്ല. മറിച്ച് ഉടമ്പടി എന്തെന്ന് സഹോദരി അവസാനം സൂചിപ്പിച്ചു. പള്ളിയുടെ അകത്ത് കയറാതെ പുറത്ത് ഇങ്ങനെയൊക്കെ നിന്നിരുന്ന, കുർബാന അങ്ങനെ സ്വീകരിക്കാതിരുന്ന ജീവിത പങ്കാളി ഇന്ന് പള്ളിയുടെ ഏറ്റവും മുൻപിൽ വന്നു നിന്ന് കുർബാന കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി എന്നത്. ചേച്ചി പറഞ്ഞു, പുറകോട്ട് അച്ഛൻ വന്നാൽ മാത്രം കുർബാന സ്വീകരിക്കുകയും മുൻപോട്ട് വന്ന് കുർബാന സ്വീകരിക്കാൻ മടിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നൊരു വിശ്വാസിയായിരുന്നു. ഇന്ന് ഏറ്റവും മുൻപിൽ വന്നു നിന്ന് ഈശോയെ അറിഞ്ഞ സ്നേഹത്തോടെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ എനിക്ക് ഓരോ ദിവസവും സന്തോഷമുണ്ട്. ഇതാണ് ഉടമ്പടിയുടെ ഫലമെന്ന് പറയുന്നത്. ഭൗതികമായി ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയല്ല, മറിച്ച് അതിനപ്പുറം ആത്മീയമായി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളെ മാറ്റുവാൻ പറ്റുമ്പോഴാണ് ഉടമ്പടിക്കും മജ്ജയും മാംസവും വെച്ചുവെന്ന് പറയുവാനാവുക. അതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഈ രണ്ടുപേരും ഈ എൽത്താരയിൽ നിൽക്കുന്നത്. സഹോദരൻ്റെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു. അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്താൻ പോലും പ്രയാസമായിരുന്നു. അച്ഛൻ നടുവിൽ തൈലം പൂശി ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. കുരിശ് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മകനെ സൗഖ്യത്തിന് വേണ്ടി നിരന്തരം അച്ഛനത് ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അതിന് അമ്മ എങ്ങനെ ഇടപെട്ടുവെന്ന് അടുത്ത മണിക്കൂറിലാണ് തെളിവാകുന്നത്. ഇവർ ട്രെയിൻ കയറാൻ ചെല്ലുന്നു. കൂടെയുള്ള ആൻറ്റി പെട്ടെന്ന് അസ്വസ്ഥയാവുന്നു, ആകെ തളർന്നു പോകുന്നു. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഓവർ ബ്രിഡ്ജ് കയറി ഈ സഹോദരിയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ഇത്രയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി എന്നതാണ് ആ സൗഖ്യത്തിൻ്റെ പ്രത്യേകത. കാരണം ഇവിടുന്ന് തൈലം പൂശി വിട്ടിട്ട് മണിക്കൂറായില്ല, പക്ഷെ മുട്ടുകുത്തുവാൻ പോലും പ്രയാസമായിരുന്ന വ്യക്തി മറ്റൊരാളെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഇത്രയേറെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി ആ ട്രെയിനകത്തേക്ക് കയറ്റുവാൻ സഹായിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവശക്തി ഒരു നിമിഷം കൊണ്ട് സദ്യമജ്ജകളെ തുളച്ചു കയറി സൗഖ്യം പകരുമെന്ന് തന്നെയാണ്. സഹോദരൻ പറയുന്നുണ്ട്, പിന്നീട് ഞാൻ മരുന്നിന് പോയിട്ടില്ല. ഇന്ന് വരെയും എൻ്റെ മരുന്ന് അത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഉടമ്പടി ഉപ്പ് 1-2 തരി എൻ്റെ നാവിലിട്ടിട്ട് അമ്മയെ കാത്തോളണമേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസം എങ്ങനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. സഹോദരി പറഞ്ഞു, കാലിത്തൊഴുത്ത് പോലൊരു അംഗനവാടി, പിള്ളേർ വരാത്തത്ര അസൗകര്യമുള്ള ഇടത്തു നിന്ന് ഒരു ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിരന്തരം ഉദ്യോഗസ്ഥ തടസ്സപ്പെടുത്തുകയും കലഹിക്കുകയും വളരെയധികം അധിക്ഷേപിക്കുകയും ചെയ്ത് മനസ്സ് സങ്കടപ്പെട്ട് നുറുങ്ങുമ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന് എഴുതിയിടുന്നത്, അമ്മ എനിക്ക് ഇതിനൊരു പരിഹാരം വേണം. അമ്മയ്ക്ക് മാത്രമേ മനുഷ്യൻ ഒരുക്കി വയ്ക്കുന്ന കെണികളിൽ നിന്നും, മനുഷ്യൻ ഒരുക്കി വയ്ക്കുന്ന മതിലുകളിൽ നിന്നും ഒരു വിമോചനം, ഒരു വിടുതൽ അത് തരുവാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് മകൾ പറയുന്നുണ്ട്. ഏപ്രിലിൽ ഞാൻ വന്ന് എഴുതിയിട്ടു, മെയ് മാസം എന്നെ വിളിച്ച് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ വേണ്ടതെന്ന് ചോദിച്ച് ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നിടത്തേക്ക് അമ്മ മാതാവിൻ്റെ ഒറ്റ സഹായത്താൽ എനിക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും എൻ്റെ ജീവിതം സുരക്ഷിതത്വവും സന്തോഷകരവുമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ എല്ലാ തരത്തിലും അവരെ വളർത്തുവാൻ തക്ക വിധം എന്നെ അമ്മ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സ്വയം സാധിക്കാത്ത നിയോഗങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ, അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിക്കുമ്പോൾ തിരുക്കുമാരന് കൊടുത്ത് കണ്ണ് തുറപ്പിക്കും വിധം അമ്മ അടയാളങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അമ്മ തരുന്ന അടയാളങ്ങൾക്ക് ജീവിതം കൊണ്ട് മറുപടി കൊടുക്കണം. അതാണ് ഈ സഹോദരങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിത രീതി മാറി, വിശ്വാസ രീതി മാറി. ഏറ്റവും മുൻപിൽ, കുർബാനയ്ക്ക് ഏറ്റവും മുമ്പിൽ എൻ്റെ കർത്താവിനെ കാണുവാൻ വേണ്ടി തിടുക്കത്തോടും തിഷ്ഠതയോടും തികഞ്ഞ വിശ്വാസത്തോടും ഇന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ തിടുക്കത്തോടെ വ്യാപരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മതബോധനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളുമായി മറ്റ് രോഗികളോടും ദരിദ്രരോടും അഗതികളോടും ചെന്ന് കയറി ആ മക്കളെ കൂടി വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാൻ എന്നെ അമ്മ മാതാവ് ഉപകരണമാക്കുന്നുണ്ടെന്ന്. ഉടമ്പടി നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കണം, കൂടുതൽ അനുകമ്പയുള്ളവരാക്കണം,
ദൈവത്തെ ഏതിടത്തും മഹത്വപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളവരാക്കണം. അപ്പോഴാണ് ഉടമ്പടി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുവാനാവുക. ഈ കുടുംബത്തിൽ ലഭിച്ച സൗഖ്യത്തിനും ആത്മീയ അനുഭവങ്ങൾക്കും ജീവിത കാഴ്ചപ്പാടുകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സജി, ഇത് ഭാര്യ ബിന്ദു, ആൽബിൻ, ആൻസൻ. ഞങ്ങൾക്ക് കിട്ടിയത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ കൃപാവരം വഴി മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് കൃപാസന പത്രം തരികയും ആൻറ്റി വഴിയായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലെത്തുന്നു. 2004 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങളുടെ 2 സ്ഥലം വിൽപ്പനയെക്കുറിച്ച് ഉള്ള തടസ്സങ്ങൾ മാറുക എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. ഒന്നാമത്തെ സ്ഥലം ഞങ്ങൾ പാലക്കാട് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അത് 5 വർഷമായിട്ട് ഞങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. സ്ഥലത്തിന് KLU ഇല്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൽ സ്ഥല വിൽപ്പന തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ KLUവിന് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ ഫയലുകളുടെ നീക്കുപോക്ക് വളരെ സ്ലോയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നിങ്ങൾ നേരിട്ട് കളക്ട്രേറ്റ് ചെല്ലുക, കളക്ടറെ കാണുക, ഇതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറെ കാണുക, കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരറിവ് കിട്ടുന്നു. അതും പ്രകാരം ഞാൻ കളക്ട്രേറ്റ് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അവിടെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി. ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചി ആ സമയത്ത് അതിൽ കടന്നു വരുന്നു. ചേച്ചി വന്നിട്ട് പറയുകയാണ്, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ നമുക്ക് കയറിയേക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ ചേച്ചിയെ അതിൽ കടത്തി വിട്ടതും അങ്ങനെ വന്നതും. ഞങ്ങൾ നേരെ കളക്ടറുടെ അടുത്തേക്ക് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഇരുന്നു. ഉടനെ നമ്മുടെ ഫയൽ എടുത്തു നോക്കി. ഉടനെ പറഞ്ഞു, ഇത് 2-3 വർഷമായതാണല്ലോ, അർഹതപ്പെട്ടതാണല്ലോ, എത്രയും പെട്ടെന്ന് ഇത് കൊടുക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആ സ്പോട്ടിൽ തന്നെ അത് സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്ത് ഓർഡർ തരുന്നു. നമുക്ക് ഓർഡർ കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ സ്ഥലം ഡിസ്പോസ് ചെയ്ത് മുഴുവൻ ഇടപാടുകളും തീരുന്നു. ഞങ്ങൾ അപ്പം ഇവിടെ നിന്നുള്ള ഉപ്പ് ആ സ്ഥലത്ത് നമ്മൾ ആ കളക്ട്രേറ്റിൽ കയറിയപ്പോൾ തന്നെ ഉപ്പ് അവിടെ ഉപയോഗിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി തന്നെയാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ആ ഓഫീസിൽ കയറുമ്പോഴും നേർച്ച വസ്തുവായ ഉപ്പ് ആ ഓഫീസിലിട്ടിരുന്നു. അമ്മേ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ കയറിയത്. എന്തായാലും അമ്മ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. ആ ഭാഗം വളരെ ഭംഗിയായിട്ട് 1 മണിക്കൂറിനുള്ളിൽ 3 വർഷത്തെ പ്രശ്നം 1 മണിക്കൂർ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന 10 മിനിറ്റ് സമയം കൊണ്ട് ആ പ്രശ്നം തീർന്നു, പരിഹരിച്ച് നമുക്ക് കൈ കിട്ടി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും കൂടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അത് വളരെ പ്രശ്നം പിടിച്ചൊരു കേസായിരുന്നു. കാരണം ആ സ്ഥലം എഴുതി തന്നത് എൻ്റെ വല്യപ്പച്ചനാണ് എഴുതി തന്നത്. അപ്പൻ്റെ പേർക്കാണ് എഴുതി കൊടുത്തത്. അപ്പൻ്റെ പേർക്ക് എഴുതി കൊടുക്കുമ്പോൾ അതിലെ സർവേ നമ്പർ വ്യത്യാസപ്പെട്ടു പോയി. നമുക്കറിയാം, സർവേ നമ്പർ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് തന്നെ പോയി, സ്ഥലത്തിൻ്റെ അഡ്രസ്സേ മാറിപ്പോയി. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എഴുതി തന്നയാൾ മറിച്ച് എഴുതണം, ആൾ മരിച്ചു പോയി, പിന്നെ അത് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ മരിച്ച ആളുടെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ച് ആ ആധാരം എഴുതണം. അപ്പോൾ അതെങ്ങനെയും എല്ലാവരെയും വിളിച്ച് കൂട്ടി സംഘടിപ്പിച്ചു. അത് ആധാരം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേനാണ് വലിയൊരു പ്രതിസന്ധി അവിടെ വരുന്നത്. ഇവരുടെ എല്ലാം പേര് ആധാരത്തിൽ എഴുതിയിരിക്കുന്ന, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഇവരുടെ എല്ലാം ആധാർ കാർഡിലെ പേര് അവരുടെ ഒഫീഷ്യൽ നെയിം മാമോദിസ പേരുമാണ്. ഇപ്പം 2 പേരാണ്. അപ്പം 1 and same സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും എടുക്കേണ്ട വരും. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് അവരവരുടെ വില്ലേജിൽ പോയി അവരവരുടെ വില്ലേജ് ഓഫീസറുടെ നിന്ന് 1 and same സർട്ടിഫിക്കറ്റ് എടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ തീർക്കാവുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ
അവിടെയും മാതാവ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഓരോ ഓഫീസിലും നമ്മൾ ചെല്ലുമ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ആ ഉപ്പ് ആ ഓഫീസിലിട്ട് നമ്മൾ കയറി ചെന്ന് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ആ ഓഫീസിൽ ആരെങ്കിലും ഒരാൾ പരിചയക്കാരനായിട്ട് വരുന്നു. സാറേ ഇത് ഒപ്പിട്ട് കൊടുത്തോ, എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്, ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് സാറേ ഒപ്പിട്ട് സാറേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ അത്രയും ഫ്രീഡത്തോടെ ഒപ്പിടിച്ച് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ ഈ ആധാരം തിരിച്ച്, അതായത് അതിൻ്റെ പഴയാധാരം തിരുത്തി എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്കുള്ള വാങ്ങാനുള്ള ആൾ റെഡിയായിട്ട് വരുന്നു. അവർ ആ സ്ഥലം വിൽപ്പനയ്ക്ക് അവർ വാങ്ങാൻ റെഡിയായിട്ട് വരുന്നു, പൈസ തരുന്നു, സ്ഥലം വാങ്ങുന്നു. അങ്ങനെ അത് രണ്ടാമത്തെ ഒരു കാര്യവും നടന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ്റെ കാര്യമാണ്. അവൻ +1 +2 പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അവന് ആഗ്രഹം BCAക്ക് പോകാനാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് BCAക്കിലേക്ക് പോകാനായിട്ട് ഇതുവരെയും നിയമപരമായിട്ടുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു കാര്യത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു വർഷം കടന്നു, അടുത്ത വർഷമായപ്പോഴത്തേന് ഈ നിയമം തന്നെ അങ്ങോട്ട് മാതാവ് മാറ്റി എഴുതി തരികയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഗ്രൂപ്പിലും, അതായത് +1 +2 ഏത് ഗ്രൂപ്പ് ഏത് സ്ട്രീമിൽ പോകുന്നവർക്കും BCAക്ക് പോകാം എന്നുള്ള നിയമം പുതിയതായിട്ട് വരുന്നു. KTU യൂണിവേഴ്സിറ്റിയിൽ ആ നിയമം നമ്മുടെ ഇവിടെ അവിടെ പാസ്സായി. ആ നിയമപ്രകാരം ഇപ്പോൾ അവന് BCA ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ഇനി അതും കൂടാതെ ഈ വിവരം ഞങ്ങൾ അറിയുന്നില്ല, ഇങ്ങനെയൊരു നിയമമാറ്റം ഉണ്ടായ വിവരം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം വെറുതെ നെറ്റിലിരുന്ന് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു ചേഞ്ച് ഉണ്ട് എന്നും അടുത്തുള്ള നമ്മുടെ കോളേജുകളിലെല്ലാം KTUവിൻ്റെ അഫിലിയേഷനുള്ള കോളേജുകൾ ഏതൊക്കെയും തപ്പിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള കോളേജിൽ ഒരേ ഒരു സീറ്റ്, ജസ്റ്റ് ഇവന് വേണ്ടി മാത്രം ഒരേ ഒരു സീറ്റ് മാതാവ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞങ്ങൾ വിളിക്കുന്നു, ഒരു സീറ്റുണ്ട്, നാളെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയുന്നു. അതും പ്രകാരം പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുന്നു, ഫീസ് അടയ്ക്കുന്നു, ജോയിൻ ചെയ്യുന്നു. ഒരു ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായിട്ട് അവന് ഇപ്പം BCA സെക്കൻഡ് സെമ്മിലേക്ക് പോകുന്നു. ഇവിടെയും ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എവിടെയും നമ്മുടെ ആയുധം നേർച്ച വസ്തുവാണ്. മാതാവിൻ്റെ ഉപ്പാണ് നമ്മുടെ എല്ലാ ആയുധം. അപ്പം അവിടെ എല്ലാം ചെല്ലുമ്പോഴെല്ലാം ഈ നേർച്ച വസ്തുക്കൾ അവിടെ നിക്ഷേപിച്ച് അവിടെ അങ്ങനെയാണ് ആ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റേതായ ഫലമുണ്ടായി. മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഇവന് വേണ്ടി ഒരൊറ്റ സീറ്റ് മാത്രമാക്കി അവിടെ റിസർവ് ചെയ്ത് വെക്കുകയും ആ സീറ്റിൽ ചേരാൻ സാധിക്കുകയും ചെയ്തു. ഇനി ഇളയ മകന്, അവൻ 10ാം ക്ലാസ്സിലായിരുന്നു, അവൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവന് പരീക്ഷയുടെ സമയമായി. അപ്പം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു, അവൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ അവനൊരു ആശീർവദിച്ചു കൊടുത്തു. ആ പരീക്ഷയിൽ അവന് ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് 90% മാർക്കോടെ പാസ്സാകാനായിട്ട് അവന് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവൃത്തികൾ ആദ്യം പറയാം. ഞങ്ങൾ പത്രം ഉണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ അവിടെ ആശുപത്രികളിലും രോഗികളായി വരുന്ന ഈ മെഡിക്കൽ ലാബുകളിലുമെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യുന്നു. നമ്മുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ അനുഭവം പറഞ്ഞുകൊണ്ട് അവരോട് സാക്ഷ്യപ്പെടുത്തി അവരോട് പറയുക. പിന്നെ അനുദിന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടക്കം കൂടാതെ കാണുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയങ്ങളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഓർഫനേജുകളിൽ പോവുക, പിന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ഞങ്ങൾ കൊണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തുതി. യെശയ്യാ 45:2
ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന് കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. സജി എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. നാം വായിച്ചു കേട്ട യെശയ്യാ 45:2 വചനം, അതിൻ്റെ വലിയ കുരുക്കുകളും ക്ലേശങ്ങളും അടഞ്ഞ വാതിലുകളും അമ്മയുടെ വലിയ സംരക്ഷണയിൽ എങ്ങനെ തുറക്കപ്പെടുന്നു, എങ്ങനെ പുതിയ വഴി ജീവിതത്തിൽ ലഭിക്കുന്നു, അന്ന് വരെ സാധ്യതയില്ലാതിരുന്ന വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ എങ്ങനെ തെളിഞ്ഞു കിട്ടുന്നു എന്നതിനെക്കുറിച്ച് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് കേരളിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സ്ഥലം അതൊന്ന് വിൽപ്പനയ്ക്ക് നടത്താനാവാത്ത വിധം 3 വർഷത്തോളം ക്ലേശിക്കുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത് കളക്ടറിനെ കാണുവാനായി ചെല്ലുമ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ 3 വർഷം നടക്കാത്തത് അമ്മയെ കൂട്ടുപിടിച്ച് ചെല്ലുമ്പോൾ അതേ ദിവസം അതേ നിമിഷം ഉത്തരവായിക്കൊണ്ട് ആ സ്ഥലത്തിൻ്റെ മുഴുവൻ കെട്ടുപാടുകളും മാറി റിലീസായി അത് വിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് അതിലും ഇത്തിരി കടുപ്പമുള്ളതും ക്ലേശമേറിയതുമായ ഒരു സ്ഥലവിഷയം തന്നെയാണ് സഹോദരൻ സൂചിപ്പിച്ചത്. സ്ഥലം എഴുതിയ വ്യക്തി മരിച്ചുപോയി, സർവേ നമ്പർ മാറിപ്പോയി, അതുകൊണ്ട് സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റി മാറി. പിന്നീട് മക്കളെല്ലാവരും അത് എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവരുടെ പേരുകൾ വിളിപ്പേരും ഒഫീഷ്യൽ നെയിമുമായിട്ട് വ്യത്യാസം വരുന്നു. കൂടുതൽ കുരുക്കുകളായി ആ പ്രശ്നം തീരുകയാണ്. എങ്കിലും ചെല്ലുന്നിടത്തൊക്കെയും ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന വചനം പോലെ തന്നെ ഓരോ ഓഫീസിലും ചെല്ലുമ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവുകയും ഈ വിളിപ്പേരും ഒഫീഷ്യൽ നെയിമും രണ്ടും ഒരാൾ തന്നെയെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒത്തിരി പേരുടെ പേരുകൾ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ വളരെ നിസ്സാരമായി നേടിയെടുക്കുവാൻ തക്കവിധം അമ്മ മാതാവ് നയിച്ചു, ദൂതന്മാരെ നൽകി സഹായിച്ചു. ഒരു ക്ലേശവുമില്ലാതെ ആധാരം തിരുത്തി എഴുതുവാനും അതുവഴി ആ സ്ഥലം വേഗത്തിൽ വിൽക്കുവാനുമുള്ള സഹായം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. നാം പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഏറ്റവും പ്രയാസകരമായ 2 പ്രൊസീജിയറാണ് സഹോദരൻ ഈ സ്ഥലം സംബന്ധമായി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ചിലത് 20-30 വർഷം നീണ്ടുപോകാവുന്നത്, ചിലത് ഒരിക്കലും നടക്കുവാനാവാത്തത്, ചിലപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു അതൃപ്തി അല്ലെങ്കിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ പിന്നീട് ഒരിക്കലും ആ സ്ഥലം തിരുത്തി എഴുതുവാൻ പറ്റാത്ത വിധം ക്ലേശത്തിനായി പോകാവുന്ന സാഹചര്യങ്ങളിലാണ് അമ്മ മാതാവ് സുരക്ഷിതമായി യാതൊരു സമയവും ദൈർഘിപ്പിക്കാതെ എല്ലാ ഓഫീസുകളിലും ഓരോരോ ദൂതന്മാരെ കൃത്യമായി കാത്തു സൂക്ഷിച്ച് എനിക്ക് ഈ വ്യക്തിയെ അറിയാം, ഇത് ധൈര്യമായി സാർ ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞുകൊടുത്ത് ഓരോ സർട്ടിഫിക്കറ്റും നേടുന്നതിന് വേണ്ടി കുടുംബത്തെ സഹായിച്ചത്. അതുകൊണ്ടാണ് അമ്മ മാതാവ് നാം പോകുന്ന വഴികളിൽ നമുക്ക് മുമ്പേ സഞ്ചരിക്കും, നാം ചെല്ലുന്നിടങ്ങളിൽ അമ്മയെ വിളിച്ച് അമ്മയുടെ സംരക്ഷണം തേടി നേർത്തുവസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ അമ്മ തടസ്സത്തിൻ്റെയും തിന്മയുടെയും ദുരാത്മാക്കളെ പൂർണ്ണമായി അകറ്റുകയും നമുക്കുള്ള നേർവഴിയുടെ വാതിലുകളും വ്യക്തികളെയും നമുക്കായി ഒരുക്കിത്തരികയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ 2 സ്ഥല വിൽപ്പനകളിലൂടെ സഹോദരൻ പങ്കുവച്ചത്. മൂന്നാമത്തത് BCA ചേരുവാനുള്ള മകൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് പ്രവേശനം സാധാരണഗതിയിൽ സാധ്യമല്ല എന്ന രീതിയിൽ നിയമം നിൽക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിക്കുമ്പോൾ നിയമം തന്നെ മാറ്റിയെഴുതുകയും ആർക്കും BCA പഠിക്കാം എന്ന രീതിയിൽ നിയമം വരികയും അങ്ങനെ മകന് BCA പഠിക്കുവാനുള്ള സാഹചര്യം, ഹ്യൂമാനിറ്റീസ് പഠിച്ച മകന് BCA പഠിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയതിനെയാണ്. അതും ഒരു സീറ്റ് മാത്രം അത് വീടിനടുത്തുള്ള ഇടത്ത് അനുവദിച്ചുകൊണ്ട് വേറെ സീറ്റ് എന്തുമില്ല, ഒരേ ഒരു സീറ്റ് മാത്രം മകന് വേണ്ടി മാത്രമായി അനുവദിച്ച് ഒറ്റ ഫോൺ കോളിൽ മകന് പ്രവേശനം നേടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നമുക്കിനി മുന്നോട്ട് പോകുവാൻ വഴികളില്ല എന്ന് കരുതുന്ന അവസരങ്ങളിലൊക്കെയും
അമ്മ നമ്മളെ നാം പോലും അറിയാതെ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് സുഗമമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെന്ന് ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്ഥലവിൽപ്പന ഒരു നിയമ തടസ്സം മൂലം വല്ലാതെ ക്ലേശിക്കുമ്പോൾ 3-5 വർഷം അതിന് പുറകെ നടന്ന് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോഴും അമ്മയുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിതറുകയും കളക്ടറേറ്റിൽ പോലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇതെനിക്ക് വേണ്ടി അമ്മ മാതാവ് അനുവദിച്ചു തരുമെന്ന പ്രത്യാശയിൽ അവിടെ കയറി ചെന്ന് സംസാരിക്കുന്ന അതേ നിമിഷം ഉത്തരവിട്ടുകൊണ്ട് ആ സ്ഥലം റിലീസ് ചെയ്യുന്നതിന് ഒത്തിരി പേരുള്ളപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ മറ്റൊരു സ്ഥലം ആധാരം തിരികെ എഴുതി ശരിയാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നതിന് മകൻ്റെ പ്രവേശനം സാധിക്കില്ല എന്ന് കരുതി മറ്റെന്തെങ്കിലും ആലോചിക്കുവാൻ പോലും ഇങ്ങനെ മനസ്സ് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഇടപെടാനാകൂവെന്ന് കരുതി അതിലേക്ക് ഒന്ന് ജീവിതം കൊടുത്ത് ആ വിഷയത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരേ ഒരു സീറ്റ് മകന് വേണ്ടി മാത്രം അടുത്ത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് പ്രവേശനം സാധ്യമാക്കുന്നതും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ കണ്ണുകളിലും നമ്മുടെ ചിന്തകളിലും എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുവാൻ ദൈവശക്തിക്ക് സാധിക്കും. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗങ്ങൾ അല്പം പോലും സംശയമില്ലാതെ ദൈവശക്തിയാൽ അമ്മ മകനോട് പറഞ്ഞാൽ മകൻ അനുവദിച്ചു തരുമെന്ന പൂർണ്ണ ബോധ്യത്തിൽ വിശ്വാസത്തിൽ കൈമാറുമെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഈ കുടുംബത്തിന് അമ്മയുടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ 3 പേരെയും ഇവിടെ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. ഞാൻ സന്തോഷ് ജോസഫ്, ഇത് എൻ്റെ ഭാര്യ റീനാമോൾ തോമസ്, ഞങ്ങളുടെ ഒരേ ഒരു മകൾ ആഞ്ചലീന. ഞാൻ ഒരു അധ്യാപകനാണ്, വൈഫ് ഒരു നേഴ്സാണ്, കൊച്ച് +2 കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഞാൻ എത്താനായിട്ടുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമ്മളി സെൻറ് തോമസ് ഫൊറേന ചർച്ചിലെ ഇടവാംഗങ്ങളാണ്. 2022 നവംബർ മാസത്തിൽ ഞങ്ങളൊരു പുതിയ ഭവനം പണിയുന്നതിനായിട്ട് പ്ലാൻ ചെയ്ത് പൈലിങ്ങൊക്കെ നടത്തി പണികളൊക്കെ നടന്നു വരികയായിരുന്നു. ഞങ്ങൾ മറ്റൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അവിടെ ഒരു പ്രായമായ അമ്മയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരുടെ പ്രവൃത്തികൾ അത്ര ശരിയല്ല എന്ന് പലരുടെയും കംപ്ലൈൻറ്റ് ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് അവിടുന്ന് വീട് താമസം മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലും അവർ അവിടുന്ന് മാറാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഞങ്ങൾ കുമ്മളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസിൻ്റെ സഹായത്തോടെ അവരെ വീട്ടിൽ നിന്നും താമസം മാറ്റുകയും ചെയ്തു. ഇത് നടന്നത് 2022 നവംബർ മാസത്തിലാണ്. ഇവർ താമസം മാറി 1 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2022 ഡിസംബർ 2-ാം തീയതി, ഞാൻ അറിയുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു യുവതിയെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അന്വേഷണം വന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുകയില്ലെന്ന് പറഞ്ഞു. മാന്യമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരു വലിയ നാണക്കേടായിരുന്നു. ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആ സമയത്ത് 2022 ഡിസംബർ 3-ാം തീയതി ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് കൃപാസനത്തിൽ പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ 2018 കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എനിക്കൊരു പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചിരുന്നു. പക്ഷേ ഞാൻ ആ കൃപാസന പത്രം വെറുതെ വീട്ടിലിട്ടു, വായിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൃപാസനത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു. അത് പരിശുദ്ധ അമ്മയാണ് എന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എന്നിട്ട് എനിക്കന്ന് പോരാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിന് ജാമ്യത്തിന് വേണ്ടി ഞാൻ നടക്കുവാണ്. ഹസ്ബൻഡിന് വെളിയിൽ നടക്കാൻ മേലെ ഞാനും വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു, ചേച്ചിയുടെ ഹസ്ബൻഡിനോട് കൃപാസനത്തിലൊന്ന് പോകാമോ? കൃപാസനം എവിടെയാണെന്നറിയത്തില്ല. ഞാൻ ആ പത്രം എടുത്തു, കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ആ പത്രം കിട്ടി. പത്രം എടുത്ത് ഞാൻ കലബോ ജംഗ്ഷനാന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നത് നമ്മൾ അൾത്താരെ കയറി നിന്ന് ഉടമ്പടി ഈശോയോടാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആ വ്യക്തി ഉടമ്പടി എടുക്കണം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഉടമ്പടി വേണം ചേട്ടാ, ഈ ഉടമ്പടി എടുത്തിട്ട് വരണം. ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുത്തിട്ട് വന്നു. ആ ഉടമ്പടി അന്ന് മുതൽ ഞങ്ങൾ പാലിച്ചു വരികയാണ്.
അങ്ങനെ ഞങ്ങൾ കേസ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സെക്ഷനിൽ നിന്ന് മുൻകൂർ ജാമ്യമില്ല, നോൺ ബെയിലബിൾ കേസാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് കേസ് വക്കീലിനെ കണ്ടുകൊടുത്തു. അതിനുശേഷം അത് കൊടുത്ത ശേഷം ഡിസംബർ 10 ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛനോട് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഈ കൃപാസനത്തിൽ ഞാൻ ഇവിടെ വന്ന് പുറകിലിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ചിരിച്ചുകൊണ്ട് പറയുന്ന കണ്ടപ്പം എനിക്ക് എന്താ എൻ്റെ അനുഭവം എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞങ്ങൾ അതിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് കറക്റ്റ് 30 ദിവസം കഴിഞ്ഞപ്പോൾ ജാനുവരി 3 ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഹൈക്കോർട്ടിൽ നിന്നും. ജോൺ ബെയിലബിൾ കേസാണ്, ഹൈക്കോർട്ടിൽ നിന്നും ജാമ്യം കിട്ടുകയില്ല എന്ന് വക്കീൽ അവിടുന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജാമ്യം നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സാക്ഷ്യം. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞങ്ങൾ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ജുഗുലാർ വെയിനിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല വെയിൻ സ്പെഷ്യലിസ്റ്റ് ഉള്ളിടത്ത് കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെന്നാൽ എറണാകുളത്ത് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേസ് വന്നത്. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ മുഴയെ ഹസ്ബൻഡ് കുരിശു വരച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ആ മുഴ കഴുത്തിൽ നിന്നും അപ്രതീക്ഷിതമായി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിനുശേഷം ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു. ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ മുഴയില്ല ഇപ്പം. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾ SSLC എക്സാമിന് പഠിക്കുകയാണ്. ഡിസംബർ മാസമായിരുന്നു. മാർച്ച് മാസം അവൾക്ക് എക്സാം. അപ്പം ക്രിസ്മസ് എക്സാം നടക്കുന്നു. അതിനുശേഷം സീരിയസ് ടെസ്റ്റ് എക്സാമുകൾ നടക്കുന്നു. അവൾ ആകെ മെൻ്റലി അപ്സെറ്റ്. എനിക്ക് നോക്കാൻ സമയമില്ല. അവൾ മാർക്ക് കുറയുന്നു. സീരിയസ് ടെസ്റ്റ് നന്നായി മാർക്ക് കുറയുന്നു. ടീച്ചർമാർ ചോദിക്കുന്നു. അവൾ ആകെ വിഷമത്തിലായി. ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. കാരണം എനിക്ക് എല്ലാം കൂടെ നോക്കാനുള്ള എൻ്റെ മനസ്സ്, ഞാൻ അപ്സെറ്റായി. പരിശുദ്ധ അമ്മയെ എൻ്റെ മകളെ ഞാൻ ഏൽപ്പിച്ചു. നീ എൻ്റെ മകൾ ഇത്രയും പഠിച്ചത് അവൾക്ക് മാർക്ക് നീയും അവൾക്ക് മാർക്ക് കൊടുക്കണം. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മയെ നീ കൈവിടരുതേ എന്ന് ഞാൻ മുറുകെ പിടിച്ചു. എൻ്റെ മോൾ ഫുൾ A+ഓടെ SSLCക്ക് വിജയം കൈവരിച്ചു. അതിനുശേഷം അവൾ +1 ജോയിൻ ചെയ്തു. +1 ജോയിൻ ചെയ്തപ്പം അവൾ ബോട്ടണി ഭയങ്കര ഇഷ്ടമാണ് ബയോളജി പഠിക്കാൻ. ബോട്ടണി പരീക്ഷ എത്ര പരീക്ഷ എഴുതിയാലും അവൾ ആദ്യം തൊട്ട് മിഡ് ടേം തൊട്ട് മോഡൽ എക്സാം വരെ ബോട്ടണി എക്സാമിന് അവൾ ഫെയിലായിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മോഡൽ എക്സാമിനാണ് അവൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ +1 അവൾ ജയിച്ചത്. നല്ല മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മോള് എന്താണെന്ന് അറിയുന്നില്ല, ബോട്ടണിക്ക് മാർക്ക് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധമ്മ +2 ആണ് ഒരു കൊച്ചിന് പിന്നെ അടുത്ത പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ അവൾക്ക് +1 +2 മാർക്കില്ലാതെ ഒരു മാർക്കുമില്ല. എൻ്റെ അമ്മയെ നീ ഒരു കൈവിടരുതേ എൻ്റെ മകളെ. അവൾ +1 പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയെ പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, പ്രതീക്ഷിച്ചതിലും എളുപ്പമായിരുന്നു. മാർക്ക് വന്നപ്പോൾ 80-ൽ 77 മാർക്ക് ബയോളജിക്ക് കിട്ടി. എൻ്റെ മകൾ പാസ്സായി. അങ്ങനെ +1 +2നും ഫുൾ A+ഓടെ പാസ്സായി. +2ൻ്റെ കാര്യം എൻ്റെ മകൾ തന്നെ പറയും. ഇതുകൂടാതെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും കൂടെ പറയാം. എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു. ഒരു 5 വർഷത്തിലധികമായി എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെറിയൊരു തുമ്മലോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖങ്ങളൊന്നും അല്ല. തുമ്മൽ മാത്രമല്ല, തുമ്മൽ തുടങ്ങി ദേഹം മുഴുവൻ തടിച്ച്, ചുണ്ട് നീര് വെച്ച്, മുഖവും എല്ലാം നീര് വെച്ച്, ശരിക്കും അവസാനം ശ്വാസ തടസ്സത്തിൽ വരെ വന്നു എനിക്ക്. അങ്ങനെ പല ആശുപത്രികളിൽ പോയെങ്കിലും എനിക്ക് 5 വർഷമായിട്ട് എനിക്ക് രോഗത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഇന്ന് ഒരു അലർജി രോഗവും പിന്നീടുണ്ടായിട്ടില്ല. ഈ 2022 ഇവിടെ ഉടമ്പടി വന്നെടുത്ത ശേഷം ഇന്ന് വരെ എനിക്ക് ഒരു അലർജി മരുന്ന് പോലും കഴിക്കേണ്ട എനിക്ക് വന്നിട്ടില്ല. ഇത് കൂടാതെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകും. പത്രം കൊണ്ടുപോയി ഞങ്ങൾ ചുമ്മാ പള്ളിയിലൊന്നും കൊടുക്കുകയല്ല, ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങി, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത് പത്രം കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല. വീടുകൾ കയറി ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, പിന്നെ പള്ളികളിൽ, എല്ലായിടത്തും ആശുപത്രികളിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രം. പിന്നെ പ്രത്യേകം ഞാൻ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ വ്യക്തിയെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കും. എനിക്ക്
പത്രം എൻ്റെ കയ്യിൽ നിന്ന് ചിലർ നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട ഓക്കെ എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അവരെ ഒന്നും പറയത്തില്ല. പക്ഷേ പത്രം വാങ്ങിച്ച എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിച്ച് എന്നും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടുത്തെ ധ്യാനം കൃത്യമായിട്ട് ചൊവ്വാഴ്ച കൂടാറുണ്ട്. പിന്നെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന രാവിലെ 5:30 എണീറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുകൂടാതെ സാക്ഷ്യങ്ങൾ കൂടും. എല്ലാം വാട്സപ്പ്, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ മകളും ഞങ്ങൾ ഡിസംബർ 2, 2022 ഉടമ്പടി എടുത്തെങ്കിൽ അന്ന് മുതൽ ഞങ്ങൾ 3 പേരും ഉടമ്പടി പാലിച്ച് ജീവിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് കുമളിയിൽ ഞങ്ങൾ അവിടെ ഒരു 100-200 അന്തേവാസികൾ താമസിക്കുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആലയമുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം, ഞങ്ങളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറിയും അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഓരോ ആഘോഷങ്ങളും വയ്ക്കാതെ അന്ന് ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് ഫുഡ് കൊടുക്കാനാണ് കൂടുതൽ ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ ഒരാളല്ല, ഞങ്ങൾ 3 പേര് ഒന്നിച്ച് ഈ ജോലി കഴിഞ്ഞ് വന്ന് രോഗികളെ കാണാൻ പോവും, രോഗികളെ സന്ദർശിക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ എല്ലാ അനുഭവങ്ങളെക്കാളും അനുഗ്രഹങ്ങളെക്കാളും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞങ്ങൾക്ക് ജപമാല ഒരു ദിവസത്തിൽ എത്ര ചെല്ലിയാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല. ജപമാല ഞങ്ങൾ വൈകുന്നേരം ജപമാല ചെല്ലുന്നതല്ലാതെ ഞങ്ങൾ പകല് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ജപമാല ചെല്ലും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സാക്ഷ്യം കൂടുകയും ജപമാല ചെയ്യുകയും ജപമാല ചെല്ലുകയും എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥന. എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ആയുധം. നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാം നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാത്തിനെയും ജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പവർ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നും ദിവ്യബലിയെ സംബന്ധിക്കുവാനും, അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ശ്രമിക്കും. എങ്ങാനും പറ്റിയില്ല എങ്കിൽ 1 മാസത്തിലൊരിക്കൽ എങ്ങനെയാണ് ഞങ്ങൾ കുമ്പസാരിക്കും. പിന്നെ ആധ്യാത്മികമായി ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആഞ്ചലീന. ഞാൻ വരുന്നത് സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 27/12/2024 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, പാപ്പ ഉടമ്പടി എടുത്തപ്പോൾ മുതലേ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ഒരാളാണ്. എന്നിരുന്നാലും +2 പഠിക്കുന്ന കാലഘട്ടത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന +2-ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചു പോകുന്നു. മോഡൽ എക്സാം എല്ലാം ഒരു കുഴപ്പവുമില്ല, എല്ലാം നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ ഇരിക്കെ പബ്ലിക് എക്സാം ആയപ്പോൾ നല്ല ടഫ് എക്സാം ആയിരുന്നു. ടീച്ചേഴ്സ് പോലും പറഞ്ഞു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആണല്ലോ എന്നോർത്തു. നല്ല പേടിയോടെ എക്സാമിനെല്ലാം പോയപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് എനിക്ക് ഫുൾ A+ നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് 10-ലും +2-ലും +1-ലും ഫുൾ A+ നൽകി അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലേ എനിക്ക് നാട്ടിൽ LBSൽ നഴ്സിംഗ് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കെ +2 പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്താണേലും നാട്ടിൽ നഴ്സിംഗ് പഠിച്ചിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാനല്ലേ താല്പര്യം, എന്നാൽ പിന്നെ പുറത്ത് പോയി പഠിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു വിഷയം ഞങ്ങളുടെ ഇടയിൽ വന്നു. അത് എനിക്ക് ഉറപ്പാണ് മാതാവായിട്ട് അമ്മയിലൂടെ ആ സന്ദേശം അറിയിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ PT പഠിക്കാൻ തുടങ്ങി. 1 മാസത്തെ കോഴ്സ് എടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത മാസം എക്സാം എഴുതാൻ തുടങ്ങി. ആദ്യത്തെ എക്സാം എഴുതി. അപ്പോൾ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി. അന്ന് എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി. അന്ന് അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉറപ്പായും ഒരു നല്ല നിലയിലെത്തും എന്നുള്ളത് എനിക്കൊരു നല്ല ആത്മവിശ്വാസം വന്നു. അങ്ങനെ ഞാൻ PT എഴുതി. 1ാമത്തെ എഴുതി കിട്ടിയില്ല. അങ്ങനെ ഞാൻ 5 തവണ PT എഴുതി. എനിക്ക് ഒന്നെങ്കിൽ 1 മോഡ്യൂള് ഇല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ എൻ്റെ PT പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നാൽ ഓസ്ട്രേലിയ വേണ്ട, എന്നാൽ UK നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ UKയുടെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ആ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വരെ ഉള്ളവരെ നഴ്സിങ്ങിന് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. അവരെന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് നഴ്സിംഗ് നോളജ് കുറവാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. PT കിട്ടുന്നില്ല, ഓസ്ട്രേലിയ നോക്കാൻ പറ്റുന്നില്ല, UK അവരെന്നെ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അമ്മയോടും പപ്പയോടും പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും? UK-കാർ എൻ്റെ നഴ്സിങ്ങിന് നോളജ് കുറവാണെന്ന് പറഞ്ഞു. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോവല്ലേ? അപ്പോൾ അവരെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ പപ്പയും പറഞ്ഞു, എല്ലാം നല്ലതിനാ, മാതാവും ഈശോയും നിനക്കൊരു നല്ല വഴി തെളിച്ച് തരുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാനിരിക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വാതിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ PT പഠിച്ച ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചു. അവൾ ക്ലബിംഗ് സ്കോർ വെച്ചാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. നീ ഒന്നുകൂടെ PT എഴുതി നോക്ക്, നിനക്ക് കിട്ടാത്ത മോഡ്യൂൾ ചിലപ്പം നിനക്ക് അടുത്ത കിട്ടും, ചിലപ്പോൾ നിനക്ക് ഫുള്ളായിട്ടും അടുത്ത പ്രാവശ്യം കിട്ടും, നീ എഴുതാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് മടിയായിരുന്നു. അങ്ങനെ ഇരിക്കുക അമ്മ പറഞ്ഞു, എന്നാൽ ഒന്നുകൂടെ എഴുതി നോക്കാം, ലാസ്റ്റ് ഒരു എഴുത്തൂടെ, മാതാവും ഈശോയും എന്താണ് തീരുമാനിക്കട്ടെ, ഉറപ്പായും തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6ാമത്തെ അറ്റംപ്റ്റ് PT എഴുതാനായിട്ട് പോയി. പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യം PT ലിസണിങ് മോഡ്യൂൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവായിരിക്കും പറഞ്ഞേ, മോള് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അമ്മ പറയുന്നത് ഞാനിങ്ങനെ രാത്രി പറഞ്ഞായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് PT എക്സാം കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ PT എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഞാൻ ഈ 5 തവണ എഴുതിയപ്പോഴും 1, 2, 3 മാക്സിമം ഒരു 4 പേര്, അതിൽ കൂടുതലുള്ളവർ എൻ്റെ കൂടെ അത്രയും പേരിൽ കൂടുതൽ എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ടില്ല. ഞാൻ തന്നെ വരെ എക്സാം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം PT എഴുതുന്ന നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മൾ കമ്പ്യൂട്ടറിനോടാണ് എല്ലാം ചെയ്യുന്നത്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ്. അപ്പം സ്പീക്കിങ്ങിനൊക്കെ കയറിക്കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സ്പീക്കിംഗ് സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് 6th അറ്റംപ്റ്റിന് ചെന്നപ്പോൾ ഞാൻ 5 പ്രാവശ്യവും കാണാത്തതിലും അധികം ആൾക്കാരാണ്, എൻ്റെ ഹോളും നിറച്ച് മനുഷ്യരാണ് PT എഴുതാൻ വന്നേക്കുക. എനിക്ക് നല്ല ടെൻഷനായി. കാരണം സ്പീക്കിംഗ് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. എങ്ങനെ ഞാൻ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ ചിലപ്പോൾ ആദ്യത്തെയോ 2ാമത്തെയോ എഴുത്തായിരിക്കും, പക്ഷെ നമ്മുടെ ലാസ്റ്റത്തെ എഴുത്താണ്, നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കയറിക്കോ, ഈ പ്രാവശ്യം മാതാവ് നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് കയറാൻ നേരം പുറത്ത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, മാതാവ് വേണം എഴുതാൻ, മാതാവ് വേണം റീഡ് ചെയ്യാൻ, മാതാവ് വേണം റൈറ്റ് ചെയ്യാൻ, മാതാവ് വേണം ലിസൺ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് കയറി. ഞാനാണ് 2ാമത്തെ എക്സാമിന് കയറിയത്. എക്സാം കഴിഞ്ഞ് ആദ്യം ഞാനാണ് ഇറങ്ങിയത്. എക്സാം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് വന്നപ്പോഴേക്കും എന്നോടൊരു ചേച്ചി ചോദിച്ചു, എനിക്ക് എത്രയാ സ്കോറ് വേണ്ടതെന്നൊരു ചേച്ചി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 66 ആ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു 66 ആണ് ഓസ്ട്രേലിയക്ക് വേണ്ടതെന്ന്. കാരണം ഞാൻ PT പഠിക്കാൻ സമയത്ത് 65 ആയിരുന്നു നഴ്സിങ്ങിന് വേണ്ടിയിരുന്നത് എല്ലാ മോഡ്യൂളിനും. പക്ഷേ ഞാൻ എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 66 എന്നുള്ളൊരു നിയമത്തിലേക്ക് ഓസ്ട്രേലിയ മൂവ് ചെയ്തെന്ന്. പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഉറപ്പായി. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എന്നെ 66 എന്നുള്ളൊരു സംഖ്യ പറയാൻ പോലും പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ചേച്ചി എന്നോട് ചോദിച്ചു, നേഴ്സിങ്ങിന് പോകാനാ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ നേഴ്സിങ്ങിന് പോകാനാന്ന് പറഞ്ഞു. ഈ നടന്ന സംഭവം ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്ന് പേരൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഉറപ്പായും മാതാവ് ചോദിച്ചതാ, ഈ പ്രാവശ്യം എന്താണേലും നിനക്ക് PT കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന ഒരു സാറ്റർഡേ ആണ്. അങ്ങനെ സൺഡേ റിസൾട്ട് വരാത്തതുകൊണ്ട് എനിക്ക് മൺഡേ ആണ് റിസൾട്ട് വരുന്നത്. മൺഡേ രാവിലെ 12 മിഡ്നൈറ്റിലാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എണീറ്റപ്പോൾ എനിക്ക് മെയിൽ വന്നു, എൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് ആയെന്ന്. എനിക്ക് ടെൻഷനായി. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. റിസൾട്ട് നോക്കാൻ പേടിയാണ്. കാരണം ഇത്രയും പ്രാവശ്യം എഴുതി എനിക്ക് പൊക്കോണ്ടിരുന്നത് ഓവറോൾ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഓരോ മോഡ്യൂളിനല്ല ഓരോ മാർക്കിനാണ് പോകുന്നത്. അത്ര നാളും എനിക്ക് 65ഉം 67ഉം 69ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈച്ച് മോഡ്യൂളിന് 66 കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാർക്ക് തുറന്നപ്പോഴേക്കും എനിക്ക് ഓവറോൾ 69ഉം 2 മോഡ്യൂൾസിന് 66ഉം ബാക്കിയുള്ളതിന് 69 ലെബോ തന്ന് എനിക്ക് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അത് എനിക്ക് വരുന്നത് എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു എനിക്ക് ആ റിസൾട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവും ഈശോയും ഇടപെട്ടാണ് എനിക്ക് ആ PT തന്നതെന്ന്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത് കഴിഞ്ഞ് PT കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഇനി ശരിയായി, ഏറ്റവും വലിയൊരു കടമ കടന്നു, ഇനി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാം എന്നുള്ളൊരു വിചാരമായി. എന്നിരുന്നാലും പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല, എന്നാലും ഒരു വിചാരമായി. അപ്പോഴത്തേക്കും ഇനി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പം ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വന്നു. 10 തവണ PT എഴുതി കിട്ടാത്ത ഒരു ചേച്ചി ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യം. അത് ഞാൻ കേട്ടപ്പോൾ ആ ചേച്ചി ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് പ്രോസസ്സിങ് തുടങ്ങി. ലോൺ, അടുത്ത സ്റ്റെപ്പ് ലോണാണ്. അപ്പോൾ ലോണിന് ചെന്നപ്പോൾ
ഒരുപാട് തടസ്സമായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ലാസ്റ്റ് ലോൺ കിട്ടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോലും വരുന്ന ഒരു സിറ്റുവേഷനിലായി. ഞാൻ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത്രയുമായി ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ എൻ്റെ പഠനം എന്താകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ആ സമയത്താണ് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത പ്രാവശ്യം ഇനി പുതുക്കാൻ വരുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ വരണമെന്ന് എനിക്കൊരു അടയാളമായിട്ട് ഈ പ്രാവശ്യം പുതുക്കി പോകുന്ന റാലിയിൽ എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അമ്മ ഇതേ കാര്യം മാതാവിനെ എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അന്ന് എനിക്ക് മാതാവിനെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടേ ഞാൻ അടുത്ത പുതുക്കാൻ വരുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഓസ്ട്രേലിയൻ വിസായും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ എനിക്ക് മാതാവും ഈശോയും ഇടപെട്ട് ആ ഒരു പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു മാനേജറായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് തന്നൊരു മാനേജർ. അങ്ങനെ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് പുതുക്കി കഴിഞ്ഞ് വന്ന് ചെന്ന ഒരാഴ്ചയും കൊണ്ട് എനിക്ക് ലോൺ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ അൺകണ്ടീഷണലിൽ വെച്ച് 1 മാസം എടുത്തിരുന്നെങ്കിലും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് COE വന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് വിസായിക്ക് വെക്കാൻ. ഞാൻ വിസായിക്ക് വെച്ച് കഴിഞ്ഞ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ 90% റിജക്ഷനായി. എല്ലാം ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നവംബർ 8-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 11 എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് മുന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ചെയ്ത് തരണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് നവംബർ 8-ാം തീയതി ഒരു ശനിയാഴ്ച എനിക്ക് ഓസ്ട്രേലിയൻ വിസ അപ്രൂവായി വന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ഞാൻ പാടുപെട്ടാണ് ഇതിലൂടെ കടന്നു പോയത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഇപ്പോൾ അപ്രൂവായി. ഞാൻ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് പോവാണ്. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു കയ്യിൽ, അരിമ്പാറ ഉണ്ടായിരുന്നു. അത് എനിക്ക് PT-ക്കൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ കൈയും കാലും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കത് എനിക്കൊരു ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു. അപ്പം ഞാൻ അത് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ കയ്യിലോ കാലിലോ ഒരിടത്തും അരിമ്പാറയില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലും പള്ളികളിലും ആശുപത്രികളിലും എല്ലാം കയറി നടന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങളെല്ലാം കൂടുകയും എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലായിടത്തോടെയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അനാഥാലയം, ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കുകയും ഫുഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പൈസ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആത്മീയമായി ഒരുപാട് വളർന്നു. ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്നും പള്ളിയിൽ പോവുകയോ അല്ലാതെ എക്സ്ട്രാ കൊന്ത ചെല്ലുകയോ അങ്ങനത്തെ ഒരു ശൈലിയൊന്നും എനിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാനും അമ്മയും ഒരു മുഴുവൻ ജപമാല, അത് സ്ട്രിക്റ്റാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലിയില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഡേ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അത് ചെല്ലും. എവറി ഡേ ഞങ്ങൾ പള്ളിയിൽ പോകും. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പം മനോഹരമായി പോകുന്നു. അടുത്ത മാസം ഞാൻ ഓസ്ട്രേലിയക്ക് പോവാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 18-ാം വചനമാണ്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് കർത്താവിൻ്റെ കാരുണ്യം എനിക്ക് മനസ്സിലായത്. താങ്ങി നിർത്തുന്ന ഒരു കാരുണ്യം, താങ്ങി നിർത്തുന്ന ഒരു സ്നേഹം. സന്തോഷ് ജോസഫും കുടുംബവും നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത് ഈശോയും അമ്മയും താങ്ങി നിർത്തുന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണ്. ഈ കുടുംബത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസരത്തിൽ ആരോ ഒരു പത്രം കൊടുത്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ജീവിതത്തിൽ ഒന്നും പിടിക്കാൻ, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസരത്തിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് ആ പത്രം അവരുടെ കൈകളിലേക്ക് ചെല്ലുന്നത്. ആ പത്രം വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത പത്രമാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ പത്രം എടുക്കുകയും അവർക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് സ്വന്തം സഹോദരൻ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്ന നിമിഷം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചത്. പിന്നീട് ഇവർ അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു.
അച്ഛൻ പറഞ്ഞ ഒരു വാക്കാണ്, ധൈര്യമായിട്ട് പൊക്കോ, ജാമ്യം കിട്ടുമെന്ന്. നമ്മൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടുകൂടി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്. ആ അച്ഛനിൽ കൂടെയാണ് നമുക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ആ തകർന്ന നിമിഷത്തിൽ അച്ഛൻ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കാണ്, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന്. അങ്ങനെയാണ് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിച്ച് പോയപ്പോഴാണ് ഈ മകന് SC/ST കേസിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. നമ്മളുടെ ജീവിതത്തിലും ഓരോ പ്രാവശ്യവും ഒന്നുമില്ലാതാകുമ്പോഴാണ്, ഒരു മെറിറ്റും ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിയായിരിക്കും പോകുന്നത്. ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ കൈകളിൽ കൊടുക്കുന്നത് ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ വായിക്കില്ല. പക്ഷേ അമ്മയ്ക്ക് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പത്രമായാലും ആ സമയമായപ്പോൾ ഇവർ നിരാശപ്പെട്ട സമയത്ത്, നഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിലാണ്, ആ സമയത്താണ് ആ പത്രം അവരുടെ കൈകളിലേക്ക് എടുക്കുവാനുള്ള പ്രചോദനം ഇവർക്ക് ലഭിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രങ്ങളും, കൃപാസനത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന ഓരോ പത്രങ്ങളും നമ്മൾ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചു കൊടുക്കാം. അതും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ നല്ലൊരു വഴികാട്ടിയായിട്ട്, ജീവിതത്തിലെ ഇരുണ്ട നിമിഷത്തിൽ ഒരു പ്രകാശമായിട്ട് ഈ പത്രം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്കും ഈ പത്രം മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം. പിന്നീടുണ്ടായിരുന്ന ഉടമ്പടി സാക്ഷ്യത്തിൽ ഇവിടെ രോഗസൗഖ്യമാണ് പറഞ്ഞത്. ആ രോഗസാക്ഷ്യത്തിലും കഴുത്തിലുണ്ടായിരുന്ന മുഴയും പിന്നെ പല രോഗസൗഖ്യത്തിൽ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. ആ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഇവർക്ക് രോഗശാന്തി ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന മകളുടെ പഠിത്തത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. ഈ മകളും ഇവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു നല്ല കൈമാറ്റമാണ്. അച്ഛന് ആദ്യം വന്ന് ഉടമ്പടി എടുത്തു, അമ്മ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ അച്ഛന് വരാനുള്ള സാഹചര്യമല്ലായിരുന്നു. പിന്നീട് അച്ഛൻ വന്ന് ഉടമ്പടി എടുത്തു. മകൾക്ക് 18 വയസ്സ് തികഞ്ഞപ്പോഴേ മകളും വന്ന് ഉടമ്പടി എടുത്തു. ഇതാണ് വിശ്വാസ കൈമാറ്റം. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ കൈമാറുന്ന ഒരു വലിയൊരു കാര്യമാണ്. മകൾ പിന്നീട് മകളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ മകളുടെ ഈ പഠിത്തത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടേതായ രീതിയിൽ അവൾക്ക് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ അച്ഛൻ പറയുന്ന, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ മക്കൾ 18 വയസ്സാകുമ്പോൾ 16 വയസ്സ് മുതലേ നമുക്ക് ഉടമ്പടി എടുത്ത് അവരുടെ നിയോഗങ്ങൾ, കാരണം അച്ഛനും അമ്മയ്ക്കും എഴുതാൻ ബുദ്ധിമുട്ട് കാണും, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി നിയോഗം സമർപ്പിക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾ 16 വയസ്സ് 17 വയസ്സാകുമ്പോൾ അവരവരുടേതായ നിയോഗങ്ങൾ സമർപ്പിച്ച് അവരുടേതായ ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലും പുത്തൻ വഴികൾ ഈശോയും അമ്മയും തുറന്നു കൊടുക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് അവരെയും മുന്നോട്ട് നയിക്കുവാൻ നമുക്കും ശ്രമിക്കാം. പിന്നെ ഈ മകൾ വന്ന് അച്ഛൻ്റെ അരികിൽ വന്ന് വീണ്ടും അവൾ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചപ്പോഴും എങ്ങോട്ട് പോകണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിത്തം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, പോയി രക്ഷപ്പെടും മോളേന്ന്. അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചാണ് ഇവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയത്. പിന്നീട് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ വേറൊരു കാര്യം, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ടൊരു കൺഫ്യൂഷനിലായപ്പോൾ ഈ മകൾ യൂട്യൂബ് സെലക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് മണി കേൾക്കാൻ ഒരു സാക്ഷ്യം കേട്ടു. അവിടെ നിന്നുമാണ് ആ മകൾക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പല രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഒരുപക്ഷെ യൂട്യൂബിൽ കൂടി ആയിരിക്കാം, ഒരുപക്ഷെ പത്രത്തിൽ കൂടി ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്ന പ്രേക്ഷകരിൽ കൂടി ആയിരിക്കാം. പല രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. നമ്മൾ ആ ഈശോയുടെ ഇടപെടൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനും നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക എന്നാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 24-ാം വചനം പറയുന്നത്. നമുക്കും പ്രാർത്ഥനയും വിശ്വാസവും ശക്തമാക്കി നമുക്ക് ഈശോയും അമ്മയോടും ഒരു നല്ല ബന്ധം സ്ഥാപിക്കാം. നമ്മുടെ അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന,
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയാണ് ഈ ആലയത്തിലുള്ളത്. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് യഥാർത്ഥ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് വചനത്തിൽ വിശ്വസിച്ച് ആ വചനം പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നയിക്കാം. സന്തോഷിനും കുടുംബത്തിനും ലഭിച്ച വലിയ 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 അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്താരയിൽ കുടുംബത്തോടെ അമ്മയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഇവിടെ വിളിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി ചൊല്ലുന്നു. എൻ്റെ പേര് യൂജിൻ നിക്ലോസ്, ഭാര്യയുടെ പേര് വെർജിൻ, നിൽക്കുന്ന കുഞ്ഞുമോൻ്റെ പേര് കരോൾ വൈറ്റിവ. മൂത്ത 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ മലപ്പുറത്ത് EMS കോളേജിലും മറ്റൊരാൾ കോഴിക്കോട് ശ്രീ ആഞ്ജനേയ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലുന്നു. ഞാൻ 2023 ജനുവരി മാസം 20-ാം തീയതി ഉടമ്പടിയെടുത്തു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ കൃപാസനം പരിചയപ്പെടുക എന്നുള്ളത് യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ശുശ്രൂഷകളൊക്കെ അച്ഛൻ്റെ ധ്യാനമൊക്കെ നേരത്തെ കേൾക്കുമായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്, തിരുവനന്തപുരം അതിരൂപതയിൽ സെൻറ്റ് നിക്ലോസ് ദേവാലയത്തിൽ നിന്നാണ് വരിക. അങ്ങനെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള മേരി സേവ്യർ എന്നുള്ള ഒരു സഹോദരി വർഷങ്ങളായി വളരെയേറെ ഓരോ മാസവും ആയിരക്കണക്കിന് മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ധ്യാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന ആ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മുടങ്ങാതെ മാക്സിമം മാസങ്ങളിലൊക്കെ ഞാനിവിടെ എത്തും, വന്ന് നന്ദി ചൊല്ലി പ്രാർത്ഥിക്കും. ഉടമ്പടി പത്രവും അതുപോലുള്ള ഉടമ്പടി വസ്തുക്കളും വാങ്ങി പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന വേളയിൽ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ തലയൊന്ന് നോക്ക്. ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പകുതി മുറിച്ചാൽ കിട്ടുന്ന അതേ അളവിൽ ഒരു മുഴ ഉച്ചിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് എല്ലാവർക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആ വേളയിൽ നെറ്റിയിൽ തേച്ച് കൊടുക്കും. ഒപ്പം ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവിടെയും ഇത് തേച്ച് ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞ ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു അൾത്താര തന്നെ തയ്യാറാക്കി കൃപാസന അമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കി എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം ആ ജപമാലയുടെ സമയത്ത് അമ്മയെ നോക്കി ഉടമ്പടി തൈലം ആ തലയിലൊന്ന് കുരിശ് വരച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഇതേപോലെ ആള് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയും കൂടിയാണ്. വൈകുന്നേരത്ത് പകലൊന്നും ചോദിക്കാൻ സാധിച്ചില്ല, ഉടമ്പടി തൈലം പൂശിക്കൊടുത്തു. 2-ാം ദിവസവും കുടുംബ പ്രാർത്ഥനാ സമയത്ത് തല കാണിക്ക് ഞാൻ ഉടമ്പടി തൈലം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ കുനിച്ച് തന്നതും അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ മുഴ കണ്ട ആ രാത്രി തന്നെ ഉള്ളിലൊരു ഭയമുണ്ടായി. കാരണം നമുക്കറിയാം തലയുടെ ഭാഗങ്ങളിലൊക്കെ മുഴ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് പൊയ്ക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉൾഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഭയത്തോടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയെ നോക്കി ഈ ഉടമ്പടി തൈലം പുരട്ടിക്കൊടുത്തത്. പിറ്റേ ദിവസവും പുരട്ടാൻ വേണ്ടി തല ഒന്ന് കുനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും തന്നെ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഭാര്യ തന്നെ സംസാരിക്കുന്നതായിരിക്കും. തലയിൽ എപ്പോൾ ഈ മുഴ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ചൊന്ന് പൊങ്ങി മുടി ചീകാനായിട്ട് ചീപ്പെടുത്ത് മുടി ചീകുമ്പോഴേക്കും ആ ഭാഗത്ത്
തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന. പിന്നെ ഞാൻ വിചാരിക്കും അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മുടി ചീകും. പക്ഷേ മുടി ആ ഭാഗത്ത് ഇങ്ങനെ നല്ല പൊങ്ങിയിരിക്കും. അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് വേദനയും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, നോക്ക് എന്നെക്കൊണ്ട് കുറച്ച് വേദനയുണ്ട്, എന്ത് പറ്റിയോ എന്തോ. അടുത്ത ദിവസമായപ്പോഴേക്കും കുളിച്ച് വന്ന് ഞാൻ മുടി ചീകിയിട്ട് വെറുതെ ചീപ്പ് വെച്ച് ഒന്ന് ചീകി ആ ഭാഗത്ത് എന്തായാലും ചീകണ്ട എന്ന് വിചാരിച്ച് മുകളിലൂടെ ഒന്ന് ചീകി വന്നപ്പോഴേക്കും ആ മൊത്തത്തിലൊരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകി വരുന്ന പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടിയിലൊരു ഭാഗം ഇളകി വരികയും അവിടെ ചെറിയൊരു മുറിവ് വലിയ മുറിവല്ല, ജസ്റ്റ് ആ ഇളകി വന്ന ഭാഗത്ത് ചെറിയൊരു മുറിവ് മാത്രം ഉണ്ടായിരുന്നു. അത് പിന്നെ തൈലം ഇട്ടപ്പോഴേക്കും ഉടമ്പടി തൈലം ഇട്ട് അത് വേഗം ഉണങ്ങി പോവുകയും ചെയ്തു. അത് വന്നത് അതുപോലെ മൊത്തത്തിൽ ഇളക്കി ആരോ ഇളക്കി മാറ്റിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറിപ്പോയി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുക, ഈ നിൽക്കുന്ന മകൻ്റെ ശരീരത്തിൽ ത്വക്കിൻ്റെ ഒരു അലർജി രോഗമുണ്ട്. തല മുതൽ കാല് വരെയുണ്ട് എന്ന് പറയാം. ഒത്തിരി എനിക്ക് തോന്നുന്നൊരു 3 പ്രാവശ്യം ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അവർ തരുന്ന ഓയിൽമെൻറ്റും മറ്റു മെഡിസിനും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഉള്ളിലൊരു നിരാശ. കാരണം ഞാൻ ഉടമ്പടി എടുത്തു, പക്ഷേ എൻ്റെ മക്കൾക്ക് എന്താ പറയുക, എനിക്കെന്ത് തന്നെ അസുഖം വന്നാലും ഞാൻ ഉടമ്പടി തൈലം വളരെ വിശ്വാസത്തോടുകൂടി, അതുപോലെ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഞാൻ എന്നും കുടിക്കും. അതെൻ്റെ ആദ്യത്തെ ഭക്ഷണമാണ്. ഞാനത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കും. അത് കുടിച്ചിട്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് കുർബാനയ്ക്ക് പോവുകയും. അങ്ങനെ മനസ്സിലൊരു നിരാശയായിരുന്നു. ഇത്ര മരുന്നുകൾ ഉപയോഗിച്ചിട്ടും മോനിങ്ങനെ മാറുന്നില്ലല്ലോ എന്നുള്ള. വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. വീണ്ടും അദ്ദേഹം മറ്റൊരു മരുന്ന് എഴുതി തന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേക്കും തോന്നി ഈ ഉടമ്പടി വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളം കയ്യിൽ ഇടത് കയ്യിൽ 1 നുള്ളി ഉപ്പ്, 3 തുള്ളി ഉടമ്പടി തൈലം, ഒരല്പം തേന്, ഇത് 3ഉം കൂടെ തള്ളവിരൽ കൊണ്ട് മറുകൈൻ്റെ വിരൽ കൊണ്ട് ചാലിച്ചുകൊണ്ട് ഞാനിത് മരുന്ന് പോലെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം പാടി അതെല്ലാം മാറി മകൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അതിൻ്റെ ആ വെള്ളപ്പാടുകൾ നിങ്ങൾ കാണും. ഇല്ല എങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പുറത്തിറക്കുമ്പോഴേക്കും ആരും കാണാതിരിക്കാൻ വേണ്ടി എന്താ പറയുക, ഫുൾ കൈയുള്ള ഷർട്ടോ ബനിയനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മ കൃപാസനമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ വലിയൊരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ മകനിൽ നിന്നും അത് മാറിക്കിട്ടി. അമ്മയ്ക്ക് എത്ര കണ്ട് നന്ദി അർപ്പിച്ചാലും മതി വരില്ല. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുക, നമുക്കറിയാം ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ലോകമാസകലം കത്തോലിക്ക സഭയിൽ ജപമാല മാസമായി ആഘോഷിക്കുകയാണ്. എൻ്റെ ഇടവകയിലും 31 ദിവസവും ഞങ്ങളുടെ കുരിശടി ചാപ്പലിൽ വെച്ച് ജപമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴേക്കുമായിരുന്നു ഒരാഗ്രഹം തോന്നി, 31-ാം തീയതി സമാപന ദിവസമാണ്, നല്ല രീതിക്ക് മാതാവിനെ അങ്ങനെ ഒരു നല്ലൊരു ശുശ്രൂഷയുണ്ട്, അതിലേക്ക് വേണ്ടി ആ ഒരു ചാപ്പൽ നല്ല രീതിക്കൊന്ന് അലങ്കരിക്കാമെന്ന്. രാത്രി ഒരു 11:30 എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ആരാധനാലയത്തിൻ്റെ ഇത്രയും പൊക്കമുണ്ട് എൻ്റെ ആരാധനാലയവും. അങ്ങനെ വലിയ ഏണിയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഒന്ന് വിറച്ചത് മാത്രം അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ തൂണ് മുതൽ ഈ തൂണിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ എടുത്തൊരു എറിഞ്ഞു എന്നെ. മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീണത് മാത്രം അറിയാം. പക്ഷേ ഈ ബോർഡർ മുഴുവനും നമ്മുടെ ഒരു 2 അടി പൊക്കത്തിലൊരു ഫൗണ്ടേഷനുണ്ട്. ഈ ഫൗണ്ടേഷൻ്റെ വിളിമ്പെന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സിമൻറ്റ് ഇത് വരുന്ന ഇങ്ങനെ എന്താ പറയുന്ന വാള് പോലിരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് അരിഞ്ഞു വന്ന് വീണു. ഞാൻ ഇത്രയും പൊക്കത്തുനിന്ന് എടുത്തെറിഞ്ഞപ്പോഴേക്കും നല്ല വീഴ്ച, എൻ്റെ നെഞ്ചോടുകൂടി എൻ്റെ ഈ ഭാഗത്ത് നല്ല വീഴ്ച കിട്ടി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എടുത്ത് പൊക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് നെഞ്ചിൻ്റെ ഈ ഭാഗം എന്തൊക്കെയോ ഉള്ളിൽ തകർന്നതുപോലുള്ളൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നി. എങ്കിലും അവിടെ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് മാതാവേ മാതാവേ എന്നൊരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു, എനിക്കൊരാശ്വാസം തരണമേ എന്ന്. കാരണം രാവിലെ 5:30 മണിക്ക് ഈ ചാപ്പലിൽ വെച്ച് കുർബാനയുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഇനിയും പകുതി ജോലി പൂർത്തിയാക്കണം. ഇനി ഞാനല്ലാതെ അത് മറ്റൊരാൾ ചെയ്യാനുമില്ല. നെഞ്ചാണെങ്കിലോ അത്രയ്ക്കും വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ തന്നെ വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട്
കൃപാസന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഏണിയിൽ ഓരോ ഏണിയിലും ഞാൻ ഓരോ സ്ഥലത്തും കയറി ഈ ജോലി പൂർത്തിയാക്കി. ഞാനൊരു 1:30 മണിയായപ്പോഴേക്കും 12:30 1 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഞാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, എനിക്കിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴേക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ആ ഭാഗം. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 5:30 കുർബാനയ്ക്ക് പോയേ പറ്റൂ. അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ കിടന്നുറങ്ങി. രാവിലെ 5 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുർബാനയ്ക്കും പോയി പങ്കെടുത്തു. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ ഉള്ള എല്ലാ ശുശ്രൂഷയിലും ഇതിലെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുക, 1 മണിക്കൂർ ഞാൻ ഇത്രയേറെ ആ ഒരു അനുഭവം കിട്ടിയിട്ട് ഈ ജപമാലയുടെ സമയങ്ങളിൽ എനിക്കൊരു വേദനയോ മറ്റൊന്നുമില്ല. ഞാൻ 1 മണിക്കൂർ നേരം പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് മുട്ടിന്മേലിരുന്ന് ജപമാല ചൊല്ലി. ഞങ്ങളുടെ ഇടവക മുഴുവനും ചുറ്റി ജപമാല റാലി ഉണ്ടായിരുന്നു. ഈ റാലിയിലും ഞാൻ എല്ലാവരെയും പോലെ നടക്കുകയായിരുന്നു. കയ്യിൽ ജപമാലയും ഏന്തി ജപമാല പഠിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വാളണ്ടിയറായിട്ട് നിന്നുകൊണ്ട് ഇതെല്ലാ പ്രവർത്തനവും ചെയ്തു. ജപമാല കഴിഞ്ഞു വന്നു. രാത്രി അന്നത്തെ 31-ാം തീയതി രാത്രി ആയപ്പോഴേക്കും വൈഫിനോട് പറഞ്ഞു, എനിക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. നോക്കിയപ്പോഴേക്കും ഇടതുകാലിൻ്റെ മുട്ട് മുതൽ മുകളിൽ ചട്ടം വരെ അര വരെ ഇത് മുഴുവനും രക്തം കെട്ടുപെട്ട് കറുത്ത കളറായി കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ. അപ്പോഴേക്കും വൈഫ് പറഞ്ഞു, ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, പക്ഷേ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എന്നെ 31-ാം തീയതിയുള്ള ഈ ശുശ്രൂഷയ്ക്ക് എന്നെ നടത്തിച്ചു. എന്നെ അതിലേക്ക് വേണ്ടി പൂർണ്ണ ആരോഗ്യം തന്നുകൊണ്ട് 31-ാം തീയതി നടത്തി. അതിനുശേഷം ഞാനൊരു വൈദ്യശാലയിൽ അഡ്മിറ്റായി ചികിത്സ എടുത്തു. പക്ഷെ ഒന്ന് ഓർക്കുക, ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഉടമ്പടി തിരിയും ഉടമ്പടി തൈലവും വിശുദ്ധ ബൈബിളുമായിട്ട് ഞാൻ വൈദ്യശാലയിൽ പോകുന്നു. എൻ്റെ പ്രാർത്ഥന പ്രഭാതത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല, ഞാൻ സന്ധ്യാപ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ജപമാലയും മുടക്കിയിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കുമ്പോഴേക്കും ഒരിക്കലും നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും, കാരണം ഞാൻ ഒരു അടി നടക്കില്ലായിരുന്നു, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മരുന്ന് ഉപയോഗിച്ചുവെങ്കിലും എൻ്റെ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത, ആ ഉടമ്പടി വസ്തുക്കൾ എന്നെ വളരെയേറെ അനുഗ്രഹപ്രദമാക്കി മാറ്റി. ആ ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ, അത് ഞാൻ ചിന്തിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കുമോ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഈ ചട്ടത്തിൽ വലിയ വേരോടുന്നത് പോലെ ആ ഉള്ളിൽ ചതകെട്ടിക്കിടപ്പുണ്ട്. പക്ഷേ എക്സ്റേ എടുത്തപ്പോഴേക്കും നെഞ്ചിനും ഈ ചട്ടത്തിനും എക്സ്റേ എടുത്തപ്പോഴേക്കും ഒരസ്ഥികൾക്കോ മറ്റൊന്നിനും തന്നെയും പരിശുദ്ധ അമ്മ ഒരു കടുകിട പോലും വ്യത്യാസം വരുത്താതെ, അതായത് ഒരു മുറിവ് പോലും വരുത്താതെ പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകി എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു. എനിക്ക് കിട്ടിയ ഈ ആഘാതം 1 ഇഞ്ച് ഒന്ന് പുറകിലോട്ട് മാറിയിരുന്നെങ്കിൽ തല 2ആയിട്ട് പോകുമായിരുന്നു. കാരണം ആ വീണ് കിട്ടിയ ഏരിയ എന്ന് പറയുന്ന വാള് പോലെ ഷാർപ്പുള്ള പ്രതലമായിരുന്നു. വാള് പോലെ ഉള്ള പ്രതലത്തിലായിരുന്നു ഞാൻ അടിച്ചു വീണത്. പക്ഷേ 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ, പുറകിലോട്ടായിരുന്നു പോയിരുന്നെങ്കിൽ തല 2ആയിട്ട് മാറുമായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം നൽകി, രണ്ടാമതെൻ്റെ ജീവൻ എനിക്ക് നൽകി. ഇന്നീ അൾത്താരയിൽ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി വലിയൊരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുക, ഞാൻ മാക്സിമം ഈ ഉടമ്പടി എടുത്തത് മുതൽ ഈ പരിചയപ്പെടുത്തിയ മേരി സേവ്യറിൻ്റെ വാഹനത്തിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ മാസവും വരും. 2-3 കെട്ട് പത്രം വാങ്ങിക്കും. ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളിലും അതുപോലെ മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി, റെയിൽവേ സ്റ്റേഷനിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ഞാൻ ഈ പത്രത്തിൻ്റെ ഞാൻ പോലും മനസ്സിലാക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പത്രത്തിൻ്റെ വില എന്താണെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുമ്പോഴേക്കും ഒരു സഹോദരൻ എനിക്ക് അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ കൃപാസന പത്രമാണ് തരിക. അദ്ദേഹം എന്നെ വിളിച്ച് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ 2 വർഷം കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ പത്രത്തിന് വേണ്ടി. അദ്ദേഹം വിദേശത്ത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു.
ഈ ഒരു പത്രത്തിന് വേണ്ടി 2 വർഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പത്രം എടുത്ത് നീട്ടി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു പത്രം കൂടെ തരാമോ എന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു പത്രം മേടിച്ചു. പക്ഷേ പത്രം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്തുമാത്രം സമയം കരഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പത്രത്തിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്കൊക്കെ പത്രം കിട്ടുമ്പോഴേക്കും നമ്മളതിൻ്റെ വില മനസ്സിലാക്കാറില്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ പത്രം നമ്മൾ സുവിശേഷവൽക്കരണമാണ്. പരിശുദ്ധ അമ്മയെ, കൃപാസന ശുശ്രൂഷയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ലോകത്തിന് സന്ദേശമായി നൽകുന്ന വലിയൊരു അനുഭവമായി എനിക്കത് മാറി. അങ്ങനെ ഈ പത്രം മുടങ്ങാതെ വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കൂടാതെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അഗതി മന്ദിരത്തിന് എനിക്ക് ജോലിയില്ല. ഞാനൊരു 8 വർഷം കൊണ്ട് നേരത്തെ വിദേശത്തായിരുന്നു. ഇപ്പോൾ വൈഫിൻ്റെ ഒറ്റ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. കുടുംബം മക്കളെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പോകുന്നു. എങ്കിലും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അംശം മാറ്റി വെച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങൾക്കും അതുപോലെ മറ്റുള്ള രോഗികൾക്കുമൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുന്നവർക്കും അല്ലാതെ കാണുന്നവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. സന്തോഷമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ കുമ്പസാരിക്കുന്നു 2 ആഴ്ച കൂടുമ്പോഴും, അഥവാ എവിടെയെങ്കിലും യാത്രയോ അങ്ങനെ എന്തെങ്കിലും മാറി വരുമ്പോഴേക്കും, അഥവാ വികാരിയച്ഛനില്ല എങ്കിലോ ഒരു 3 ആഴ്ചയിൽ ആ ഉള്ളിനകത്ത് ആ ഡേറ്റിനുള്ളിൽ വെച്ച് കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന. ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ പീരീഡിൽ മാത്രം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കും. വിശുദ്ധിയോടുകൂടി ജീവിക്കുക. കാരണം നമുക്ക് ഈ ഉടമ്പടി ജീവിതമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ചെയ്യാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മ വഴി എന്നിലും എൻ്റെ കുടുംബത്തിലും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവരെയും പറഞ്ഞുകൊണ്ട് അവരോടും കൊണ്ടുവരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ചികിത്സ നേടിയ ഹോസ്പിറ്റലിലെ ഒരു സംഭവം കൂടി പറയാം. അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാര്യാഭർത്താക്കന്മാരാണ്. 2 പേരും പരസ്പരം അടുപ്പത്തിലല്ല, മാനസികമായിട്ട് അകലത്തിലാണ്. പക്ഷേ ഞാൻ പരിശോധിക്കാൻ പോയ വേളയിൽ കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു. വളരെ ആഗ്രഹത്തോടുകൂടി തീഷ്ണതയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേഡി ഡോക്ടർ സ്വീകരിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും പത്രവും കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞു. വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എന്നോട് പറയായിരുന്നു, യൂജിൻ ഇപ്പം വളരെ ശാന്തതയുണ്ട്, എൻ്റെ ഡോക്ടർ എന്നോട് നല്ല രീതിക്കാണ് സഹകരിക്കുന്നതെന്നുള്ള ആ വലിയൊരു സന്തോഷം എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഒപ്പം ഇന്ന് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ആ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയതൊന്നുമല്ല ഈ ദിവസമെന്നുള്ളത്. ഇന്ന് ഞങ്ങളുടെ 23ാം വിവാഹ വാർഷികമാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, കൃപാസന അമ്മയുടെ മുമ്പിൽ ഇന്ന് ഈ അനുഭവ സാക്ഷ്യം, കാരണം ഒത്തിരി നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി. പക്ഷേ വൈഫിൻ്റെ ജോലിപരമായ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി. പക്ഷേ വലിയൊരു നിമിത്തമായിട്ട് ഇന്ന് കുടുംബത്തോടൊപ്പം വന്ന് സാക്ഷ്യം ചൊല്ലുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. വീണ്ടും ഉടമ്പടി ജീവിതത്തിൽ ദൈവം ആയുസ് വരുന്ന കാലത്തോളം ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ആഗ്രഹവും വലിയ സമർപ്പണവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. നന്ദി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാപരമായ സംരക്ഷണവും ദൈവത്തിൻ്റെ വാത്സല്യവുമാണ് നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടുത്തെ വലതുകൈ നമ്മെ താങ്ങി നിർത്തുന്ന വലതുകൈയാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് യൂജിൻ നിക്കോളസ് എന്ന മകൻ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൻ പറഞ്ഞ രോഗസൗഖ്യം, തലയിലെ ഒരു മുഴ കുറേ നാളുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും പരിശുദ്ധ അമ്മയും ഈ മകൾക്കൊരു പെട്ടെന്നുള്ള സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോടാണ് പ്രാർത്ഥിച്ച് ഈ തൈലം തേച്ചത്. പെട്ടെന്ന് ഒരു ദിവസത്തിനകം ഈ മകൾക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്ന ഇളയ മകൻ്റെ അലർജിയാണ്. 3 വർഷത്തോളം നീണ്ടു നിന്ന അലർജി. വീണ്ടും ഇവർ പ്രാർത്ഥനയോടെ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്.
ആ ഉപയോഗത്തിലൂടെയാണ് ഈ അലർജിയിൽ നിന്നും ഈ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ സംരക്ഷണമാണ്. ഈശോയും അമ്മയും താങ്ങി നിർത്തുന്ന പോലെയാണ്. ഒരു വലിയ ഹൈറ്റുള്ള സ്ഥലത്തു നിന്നും ഒരു വ്യക്തി വീഴുമ്പോൾ പിന്നീട് അന്ന് ഒക്ടോബർ 31 എല്ലാ പ്രാർത്ഥനകളിലും ചേരാനും എല്ലാം ജപമാലയിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കാനും എല്ലാവിധ കോപ്പറേഷൻ എല്ലാ സഹകരണത്തോടു കൂടി അന്നത്തെ ജോലി തീർക്കുവാനും ഈ മകന് സാധിച്ചു. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര സങ്കടത്തിൽ കൂടെ കടന്നു പോയാലും എത്ര കഷ്ടതയിൽ കൂടി പോയാലും ഈശോയുടെയും അമ്മയുടെയും വലത് കരം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ആ വലത് കരങ്ങളാണ് നമ്മളെ ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മളെ താങ്ങി നിർത്തുന്നത്. അമ്മയുടെ വാത്സല്യമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ അടുത്ത് വന്ന് കരയുമ്പോൾ, നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ ഈ അമ്മയാണ് വാത്സല്യത്തോടെ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ആലയത്തിൽ വരുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരമ്മയാണ് നമുക്കുള്ളത്. ആ അമ്മയോട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ആ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ അമ്മ നമുക്ക് വിശ്വസിക്കാവുന്ന, നമ്മളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും നമുക്ക് സമർപ്പിക്കാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയാണ് നമ്മളെ താങ്ങുന്നത്. അമ്മയും ഈശോയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും